ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1260 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വെബിനാർ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് സുപരിചിതയായ ഒരു അതിഥിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ CL രാജേശ്വരി. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ എറണാകുളം മരട് ഡിസ്പെൻസറിയിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത് ഡോക്ടർ നമുക്ക് അനാറ്റമിയും ഹോമിയോപ്പതിയും പ്രായോഗിക തലത്തിൽ എന്ന വിഷയത്തില് 4ാം ഭാഗമാണ് ഇന്ന് സംസാരിക്കുന്നത്. 35 വർഷത്തെ ചികിത്സാനുഭവമാണ് ഡോക്ടർക്കുള്ളത്. നമുക്ക് നമ്മുടെ പഴയതിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുപോവുകയും നമ്മളെ എല്ലാവരും ഒന്ന് പുതിയതാക്കി തീർക്കുകയും ചെയ്യുന്ന ഡോക്ടറുടെ ഈ അധ്വാനം വളരെയധികം നല്ലതാണ്, നമുക്ക് ഉപകാരവുമാണ്. അതുകൊണ്ട് ഡോക്ടറെ ഈ വിഷയത്തിലേക്ക് അനാറ്റമിയും ഹോമിയോപ്പതിയും പ്രായോഗിക തലത്തിൽ എന്ന ഒരു തിരിഞ്ഞു നോട്ടം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. മറിയാമ്മ ഡോക്ടറെ കണ്ടതിൽ നേരിട്ട് മുഖാമുഖം കണ്ടതിൽ വലിയ സന്തോഷം. മാഡം DMO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ചേർത്തലയിലെ വളരെ പ്രഗത്ഭയായിട്ട് അറിയപ്പെട്ട ഡോക്ടറാണ് ചേർത്തല ഹോസ്പിറ്റലിൽ ഇരുന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ എന്നാലും നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്, 3 ക്ലാസ്സുകൾ അപ്പർ ലിംബും ലോവർ ലിംബും ഒക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തന്നെയും ഒരു തൃപ്തിയായില്ല. തന്നെയുമല്ല, എൻ്റെ ക്ലാസ്മേറ്റ് സോയ ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല, സോയ എൻ്റെ ക്ലാസ്മേറ്റും റൂംമേറ്റും ഒക്കെ ആയിരുന്നു. അവർ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ സോയ പറഞ്ഞത് അത് കറക്റ്റാണെന്ന് എനിക്കും തോന്നി. പിന്നെ കാരണം എല്ലാം പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഓറലിന് വന്ന് പറയുന്ന അവിടുന്ന് ഇവിടുന്നും ഒക്കെ പറഞ്ഞതുപോലെ തോന്നി എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു. പിന്നെ സ്പീഡ് അല്പം കൂടിപ്പോയി എന്നൊരു തോന്നലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തന്നെ ഒരു തൃപ്തിയായില്ല. കാരണം ഞാൻ എന്തൊക്കെയാണോ റെഫർ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രാക്ടീസിൽ എന്തൊക്കെ യൂസ് വരാം എന്നുള്ളത് ആ രീതി കംപ്ലീറ്റ് കവർ ചെയ്തില്ല എന്നൊരു തൃപ്തി എനിക്ക് വന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു ക്ലാസ് പതുക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. സത്യത്തിൽ നമുക്ക് ബാക്കിയുള്ള, അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിന്റെ എല്ലാ അനാട്ടമി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലങ്സ് ചോദിച്ചാൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള ലങ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഹാർട്ട്, കിഡ്നിയുടെ നെഫ്രോൺസും അതിന്റെ ഫങ്ഷൻസും ഒക്കെ അറിയാം. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഈ പാവം കൈയും കാലിനെയാണ് നമ്മളൊന്ന് വിട്ട് കളഞ്ഞതെന്ന് എനിക്ക് തോന്നി. അവിടെ കയ്യിൽ എന്തെങ്കിലും വേദന വന്ന അത് ഞരമ്പിന്റെ എന്തെങ്കിലും, അങ്ങനെ വെറുതെ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയാന് ഞാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സംരംഭം ഞാൻ നോക്കുകയും അതില് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കും. അപ്പൊ എനിക്കും ഒരു പഠനമാകുമല്ലോ. തന്നെയുമല്ല, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനെ ഇത് തന്നെ നമ്മളുടെ സിസ്റ്റം തന്നെ പഠിക്കാൻ വിട്ടപ്പം അവന്റെ ബുക്സുകൾ കണ്ടു, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻസ് കണ്ടപ്പോൾ അതിനകത്തുള്ള അപ്ഡേറ്റ്സ് ഞാൻ മനസ്സിലാക്കുകയും, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും, കാരണം ഓരോ ജേർണൽസ് നമ്മൾ വായിക്കുന്നു, അതുകൂടാതെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് വന്ന അപ്ഡേറ്റ്സുകളും നമ്മൾ അപ്ഡേറ്റഡ് ആകണം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു, ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെല്ലാം ശരിയായി. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വന്നത്. സോ അതിൽ സന്തോഷവുമുണ്ട്. അപ്പം അപ്ഡേറ്റഡ് ആകണം. കാരണം നമ്മുടെ സിസ്റ്റത്തിനെതിരായിട്ട് വരുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈപുണ്യം എന്ന് പറയുന്നത് നമ്മുടെ അറിവാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയാലേ നമുക്ക് ആ കൈപുണ്യവും, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് വളരെ നല്ല മികച്ച രീതിയിൽ നമ്മുടെ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ മഹിമ അല്ലെ മേന്മ അറിയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ദേവൻ ഡോക്ടർ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, സർവീസിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾക്ക് എന്താ പ്രൈവറ്റ് പ്രാക്ടീസിൽ പേഷ്യൻസ് അങ്ങനെ കിട്ടുന്നില്ലല്ലോ? ഇൻഫാക്ട് ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല.
RMO ചേർത്തലയിൽ RMO ആയതിനു ശേഷമാണ് പ്രാക്ടീസിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം വീട്ടിലെ കാര്യങ്ങൾ, ദൂരെ യാത്രയുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം RMO ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഈവനിങ് അവേഴ്സിലായിരുന്നല്ലോ നമുക്ക് പ്രാക്ടീസ്. അപ്പൊ രാവിലെ കുഞ്ഞിനെ വിട്ട് കഴിയുമ്പോൾ ഫ്രീ ആയിരുന്നപ്പം അപ്പോഴാണ് ആക്ച്വലി കുറേശ്ശെ പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങിയത്. പക്ഷേ വിവാഹത്തിന് ശേഷം സർവീസിൽ കയറുന്നതിന് മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നാട്ടിൻ പ്രദേശമായിരുന്നല്ലോ, അപ്പൊ അങ്ങനെ ആയി. പക്ഷെ എന്നാലും സർവീസിലെ ഉത്തരവാദിത്തങ്ങളും മാഡത്തിന് അറിയാലോ, മറിയം മാഡത്തിന് അറിയാം, നമ്മള് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലല്ല ശരിക്കും സർവീസിൽ കയറുമ്പോൾ, അതിനേക്കാട്ടിലുപരി ഒരു ക്ലറിക്കൽ വർക്ക് അല്ലെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഡോക്ടർ എന്നുള്ള രീതിയിലുള്ളത് ഒരു പുള്ളി ഒരു പ്രാക്ടീഷണർ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാന് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തിരി കുറവ് തന്നെ. അത് പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കാറില്ല. എങ്കിലും അതുകൊണ്ട് പക്ഷെ റിട്ടയർ ചെയ്തതിന് ശേഷം ആസ് എ പ്രാക്ടീഷണർ എനിക്ക് നല്ലതുപോലെ തൃപ്തിയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാമെന്ന്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് പറയാമെന്ന് വിചാരിക്കുന്ന ഞാനും ഒപ്പം നമ്മളെല്ലാവരും ഒരുപോലെ ഒരറിവാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും അപ്പൊ ഇന്ന് ഞാനൊന്ന് ബുക്ക് നോക്കി തന്നെ പറയാം. കാരണം എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ വിട്ടുപോയെങ്കിലോ എന്നുള്ളത്. എനിക്ക് സ്ലൈഡ് അത്ര ശീലമില്ല. മേ ബി നമ്മുടെ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കുട്ടികളെല്ലാം സ്ലൈഡൊക്കെ നോക്കി പോയിന്റ്സ് ഒക്കെ പറയില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ആ ബുക്കിലോട്ടാണ് എനിക്കും താല്പര്യം. ബുക്ക് വായിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ അപ്പർ ലെമ്പിൽ തന്നെ ഒന്നുകൂടെ തുടങ്ങാം. ഞാൻ റെപ്പർട്ടറി തന്നെ നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും കിടക്കുന്നു. അപ്പം അതിലൊരു ഉദാഹരണം, ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള നമ്മളുടെ മുൻഗാമികൾ ഡോക്ടേഴ്സ് ഇത് റെപ്പർട്ടറി ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം അതിൽ സ്റ്റഡീഡ് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. പിന്നെ എപ്പോഴോ നമ്മുടെ സിസ്റ്റത്തിൽ ഈ സിംറ്റമറ്റോളജി മാത്രം മതി എന്നുള്ള ഒരു ധാരണ വന്ന് കയറിയത് കൊണ്ടാണോ ഈ അനാട്ടമി അല്ല മീൻസ് പതോളജിക്കോ അല്ലെ ഉണ്ട്, ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇത്തിരി മാറിപ്പോയോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും നമ്മൾ എല്ലാവരും തന്നെ സിസ്റ്റം, അതായത് നമ്മുടെ സിലബസ് പരിഷ്കരിക്കണം, നമ്മുടെ കരിക്കുലം പരിഷ്കരിക്കണം, മോഡ് ഓഫ് ടീച്ചിങ് പരിഷ്കരിക്കണം എന്നൊക്കെയുള്ള ചിന്തയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, നമ്മൾ റഡാറാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിൽ എക്സ്ട്രിമിറ്റീസ് നമ്മൾ എടുക്കുമ്പം ഫസ്റ്റ് നമ്മൾ കാണുന്ന റൂബ്രിക്ക് അബ്ഡക്റ്റഡ് എന്നാണ്. അപ്പൊ അബ്ഡക്റ്റഡ് എന്നുള്ളത് നമ്മൾ റൂബ്രിക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം, എവേ ഫ്രം ദ മിഡ് ലൈൻ ആണ് അബ്ഡക്റ്റഡ്, അഡക്റ്റഡ് ടുവേർഡ്സ് ദ മിഡ് ലൈൻ. അപ്പൊ അബ്ഡക്ഷൻ, ഇപ്പൊ അപ്പർ ലിംസിൽ അബ്ഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന, അപ്പൊ നമ്മൾ റഫായിട്ടെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം ഏതൊക്കെ മസിൽസ് ആണെന്നുള്ളത്. അപ്പൊ സൂപ്രാസ്പൈനേറ്റസ്, ഡെൽറ്റോയിഡ്, ട്രൈസെപ്സ്, ബൈസെപ്സ്, പിന്നെ നമ്മുടെ ട്രപ്പീഷ്യസ്. അപ്പൊ ഈ മസിൽസ് ഇതിനെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നെർവ് സപ്ലൈ ഉണ്ട്. അത് അബ്ഡക്റ്റർ മസിലാണ്, നെർവാണ്. അപ്പൊ ആ രീതിയിൽ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കാപ്പുലയെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു, ദെൻ ഹ്യൂമറസിനെ കുറിച്ച് പറഞ്ഞു. ഹ്യൂമറസ് ഡിസ്ലൊക്കേഷൻ, അതായത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ പെട്ടെന്ന് തന്നെ വരും. ബിക്കോസ് നമുക്കറിയാം താഴെയാണ്, ഇൻഫീരിയർലി ആണ് ഡിസ്ലൊക്കേഷൻ ആകാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ആ രീതിയിൽ ഒന്ന് പഠിച്ചു പോകുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ കൈയും കാലും കൂടി നമ്മളൊന്ന് ഈ രീതിയിൽ അനാട്ടമിക്കൽ രീതിയിൽ ഒന്ന് പഠിച്ചു പോകാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മെഡിസിൻസ് അറിയാം, എല്ലാവരും പേഷ്യൻസിനോട് പ്രസന്റ് ചെയ്താണ് മരുന്ന് കൊടുക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആകാനോ അല്ലെന്നുണ്ടെങ്കിൽ അനാട്ടമിക്കില് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നുള്ളത് എന്ന് വെച്ചാൽ ഡെൽറ്റോയിഡ് മസിലിന്റെ ഇൻസേർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലാണ് ഹ്യൂമറസിൽ. അപ്പൊ ആ ഇൻസേർഷൻ അറിയാമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനോട് ആ രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. അപ്പൊ അബ്ഡക്ഷൻ ഇപ്പം സോർണത്തിന് ശ്വാസം മുട്ടൽ വന്നാൽ എങ്ങനെയാണ് കിടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കമന്ന് കിടന്ന് അബ്ഡക്റ്റഡ് ആംസ് ആയിരിക്കും. അപ്പൊ ആ രീതിയിലും കൂടി നമ്മൾ പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നത്. അപ്പം അബ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ ലൈസ് വിത്ത് ലിംസ് അബ്ഡക്റ്റഡ് എന്നൊരു സിംറ്റത്തില് പ്രധാനമായിട്ടും പറയുന്നത് എത്യൂസിയം ടെമമുലേവാണ്. ദെൻ സോർണ ഉണ്ട്, അപ്പർ ലിം, അതായത് കൺവെൻഷൻ ഡ്യൂറിങ്, അത് നമുക്കറിയാം, കുപ്രം മെറ്റും നെക്സോമിക്ക്. അപ്പൊ അതുപോലെ തന്നെയാണ് ലോവർ ലിംസിലും ഉണ്ട്. ഞാൻ ആ രീതിയിൽ ഉണ്ടെന്നുള്ളത് പറയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ആപ്സസ് എന്താണെന്ന് നമുക്കറിയാം, അത് ബോൺസിലാണെന്നുണ്ടെങ്കിൽ ഗൊയാക്ക, ജോയിൻസിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നാലും ഓർത്തോണം, ബോൺസിലാണ്. അപ്പം ബോൺസ് നമുക്ക്
ഞാൻ പറയുന്നതോട് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ട്. ബോൺസിലാണോ അതോ മസിൽസിനാണോ, ടെൻഡൺ ആണോ, അതല്ലെന്നുണ്ടെങ്കിൽ പാറ്റല്ലയിലാണോ, അല്ലെങ്കിൽ ഒരു സെസ്മോയിഡ് ബോണിലാണോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾക്ക് അതിന്റെ ലൊക്കേഷൻസ് അറിയണം, അത്യാവശ്യം അനാട്ടമി അറിയണം. അപ്പൊ ആബ്സസ് ബോൺസിലാണെങ്കിൽ ഗൊയാക്കം, ജോയിൻസിനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള മെഡിസിൻസ് തന്നെ, ഹെപ്പാസൾഫ്, മെർസോള്, ഫോസ്ഫറസ്, സിലീഷ്യ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു സിലീഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എല്ലാവരും പറഞ്ഞു ഭയങ്കര വണ്ടർഫുൾ മെഡിസിൻ ആണ് സിലീഷ്യ. പ്രത്യേകം നമ്മൾ ആരും മറന്നു പോകരുത്. ക്യാരീസ് ഓഫ് ബോൺസിന് കൊള്ളാം, നോൺ ഡിലേഡ് ഫ്രാക്ചേഴ്സിന് കൊള്ളാം, എല്ലാത്തിനും കൊള്ളാവുന്ന മെഡിസിൻ ആണ്. ലൈക്ക് അസഫെറ്റിഡയും അതുപോലെ തന്നെ ബോണിന്റെ ക്യാരീസിനും ഒക്കെ കൊള്ളാവുന്ന മെഡിസിൻ ആണ്. അപ്പം ആബ്സസ് ബോൺസിനാണ് ഗൊയാക്കം, ജോയിൻസിനാണെങ്കിൽ നമ്മുടെ ഹെപ്പാർസൾഫ്, മെർസോള്, ഫോസ്ഫറസ്, സിലീഷ്യ പ്ലസ് പിന്നെ 1 മാർക്കിലാണ് കാൽക്കേരിയ ഫോസും ഗൊയാക്കവും പറയുന്നത്. ഇനി ടെൻഡൻസിലാണെങ്കിൽ ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ, മെസീറിയ. ഇനി അപ്പർ ലിംസിൽ പ്രത്യേകം പറയുന്ന അനാന്തേറവും സിലീഷ്യ. അപ്പൊ ഗാംഗ്രീനസ് ആണെങ്കിൽ അനാന്തേറം പറയുന്നുണ്ട്. ഇനി വൂൺസ് ആഫ്റ്റർ ഡിസെക്റ്റിംഗ് വൂൺസ് ആണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആഴ്സ്, ലാക്കസിസ്, സിലീഷ്യ. ആഴ്സനിക്കം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ലാക്കസിസ്, സിലീഷ്യ. അപ്പർ ആമിലാണെങ്കിൽ ലാക്കസിസ് ആണ് പ്രധാനപ്പെട്ട മെഡിസിൻ പറയുന്നത്, അഗാരിക്കസ്. അപ്പൊ ഡെൽറ്റോയിഡ് മസിൽ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ. ഡെൽറ്റോയിഡ് മസിൽ നമുക്കറിയാം, ഈ നമ്മളുടെ ഷോൾഡറിന്റെ റൗണ്ടഡ് കോണ്ടൂർ കിട്ടുന്നത് തന്നെ ആ ഡെൽറ്റോയിഡ് മസിലിന്റെ മസിൽസ് ആണ്. അപ്പൊ ആ ഡെൽറ്റോയിഡ് മസിൽ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ ഡെൽറ്റോയിഡ് മസിലാണോ ആബ്സസ് വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഡെൽറ്റോയിഡില് ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ, അഗാരിക്കസ്. അപ്പർ ആമില് ലാക്കസിസ് പ്രധാനം പ്ലസ് അഗാരിക്കസ്, പക്ഷെ ഡെൽറ്റോയിഡിൽ അഗാരിക്കസ്. എൽബോയിലായപ്പം വേറെ മെഡിസിൻ ആയി, അത് ക്രോട്ടാലസ് ഹോർഡസും പെട്രോളിയോ. ഫോറാമിലാണെങ്കിൽ പ്ലംബം, സിലീഷ്യ. ഹാൻഡില് ലാക്കസിസ് പറയുന്നു, ബാക്കില് പ്ലംബം. അന്ന് ഞാൻ പറഞ്ഞു പ്ലംബവും റൂട്ടയും ഒക്കെ കോസ്റ്റിക്കം ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിൽ ഇങ്ങനെയുള്ള എക്സ്ട്രിമിറ്റീസിന്റെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ പരാലിസിസിന് കൊള്ളാം. ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ ഒരു കേസ് വന്നു, ഒരു അപ്പോപ്ലെക്സി കേസായിരുന്നു, ഏജ്ഡ് ആയതാണ്, കോവിഡ് വന്നതിന് ശേഷം. അപ്പൊ ഞാൻ ഇങ്ങനെ ജനറൽസ് എടുത്തു, കൺവാലസൻസ്, അപ്പോപ്ലെക്സി ആഫ്റ്റർ, കോസ്റ്റിക്കം മാത്രമേ ഉള്ളൂ. ഞാൻ നല്ല ഉറപ്പായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, കാരണം അവർക്ക് ആ റൈറ്റ് സൈഡൽ പരാലിസിസ് ആണ് വന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പൊ അതിന് കോസ്റ്റിക്കം മാത്രമേ പറയുന്നുള്ളൂ, ഏജ്ഡ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ റെസ്ക്യൂ റെമഡിയും കൊടുത്തിട്ടുണ്ടെങ്കിലും കോസ്റ്റിക്കം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉറപ്പായിട്ട് നമ്മളുടെ ഈ എക്സ്ട്രിമിറ്റീസിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫിംഗേഴ്സിൻ നമ്മൾ ആബ്സസ് ആണ് പറയുന്നത്. ഫിംഗേഴ്സിനാണെങ്കിൽ ഫ്ലൂറിക് ആസിഡ്, ഹെപ്പാസൾഫ്, ലാക്കസിസ്, മാംഗാന. ബെൻഡ് ഓഫ് ആണെങ്കിൽ മെർസോള്, നക്കിൾസിലാണെങ്കിൽ സെപ്യ, നെയിൽസ് അറൗണ്ട് ഹൈഡ്രജൻ. അപ്പൊ നെയിൽസ് അറൗണ്ട് ഹൈഡ്രജൻ, ടിപ്സിലാണെങ്കിൽ ഫോസ്ഫറസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സ്കാപ്പുലയുടെ കാര്യം ഇപ്പൊ ഒന്നും കൂടി പറയണമെങ്കിലും പറയാം. അപ്പൊ ബാക്കിൽ പ്ലംബം പറയാം. അപ്പൊ വേറൊരു കാര്യം, നമ്മളുടെ കൈയുടെ ബാക്കിൽ ഡോൾസം എന്ന് പറയും. ഇവിടെ മസിൽസ് ഇല്ല, പക്ഷേ നമ്മുടെ കാലിൽ എവിടെയാ ഡോൾസം നമുക്കറിയാം, അവിടെ മസിൽസ് ഉണ്ട്. ഇത് ഡിവോയിഡ് ഓഫ് മസിൽസ് ആണ് നമ്മുടെ കൈയുടെ, അത് ഡോൾസം. ഇത് പാമാറ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ തന്നെ ഒന്ന് അപ്ഡേറ്റഡ് ആയി ഒന്ന് ഫ്രഷ് ആകുകയും ചെയ്യുന്നതാണ്. അതൊക്കെ കാലില് പ്ലാന്റാർ നമുക്കറിയാം, ഡോൾസും അറിയാം. അപ്പൊ കാലില് ഡോൾസൽ പാർട്ടിൽ മസിൽസ് ഉണ്ട്, കയ്യിൽ പക്ഷേ ഇല്ല. അപ്പം ആബ്സസ് അവിടെയാണ് വരുന്നെങ്കിൽ ഒറ്റ സിംഗിൾ മെഡിസിനെ പറയുന്നുള്ളൂ, ബാക്ക് ഓഫ് പ്ലംബം. ലൈക്ക് അത് ആ രീതിയിലൊന്നും നമുക്ക് പറയാമെന്നോർത്താണ് ഞാനിത് വീണ്ടും പറയുന്നത്, ആവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞായിരുന്നു, സ്കാപ്പുല റീജിയനിൽ കുറച്ച് മസിൽസിന്റെ കാര്യം പറഞ്ഞു, ക്ലാവിക്കിളിന്റെ കാര്യം പറഞ്ഞു. ക്ലാവിക്കിള് നമുക്കറിയാം ഒരൊറ്റ ബോണേ ഉള്ളൂ ഇങ്ങനെ കിടക്കുന്നത്, എല്ലാം ലോഞ്ചിറ്റ്യൂഡിലാണെങ്കിലും
ഹൊറിസോണ്ടൽ ആണെന്ന് പറഞ്ഞു. ക്ലാവിക്കിളിന്റെ ഫ്രാക്ചർ എവിടെയാണ്? ഈ ഒരു കർവേച്ചറിന്റെ അവിടെയാണ്. അപ്പൊ നമുക്കത് പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലോ. ആരെങ്കിലും ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുകയാണെങ്കിൽ ക്ലാവിക്കിൾ ഫ്രാക്ചർ വരാം. അപ്പൊ ഷോൾഡർ തൂങ്ങി കിടക്കും എന്നുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒരു ഡിസ്റ്റോഷ്യ ഉണ്ടെന്ന് പറഞ്ഞു. അത് ക്ലീനോകേഡിയൽ ഡിസ്റ്റോഷ്യ എന്നാണ്. അതായത് ക്ലാവിക്കിൾ ഇല്ലാത്തൊരവസ്ഥ. അത് നമുക്ക് അറിയാമെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കുക. ജസ്റ്റ് ഞാൻ അതൊക്കെ ഒരു കൗതുകത്തിന് പറയുന്നുള്ളൂ. ഇനി ഞാൻ ആ ഹ്യൂമറസിലോട്ട് വന്നപ്പം അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ ആരും തന്നെ ജോലി ചെയ്യുന്നവര് ഷർട്ടോ അങ്ങനെയൊന്നും ഇടാതെ ജോലി ചെയ്യാറില്ല. ഈവൻ എല്ലാ തൊഴിലാളികളും എല്ലാവരും ഷർട്ടൊക്കെ, പ്രത്യേകിച്ച് അവർക്കെല്ലാം യൂണിയൻ ഉള്ളത് കൊണ്ട് അവർ യൂണിഫോമിലായിരിക്കും. എങ്കിലും ഞാനിപ്പം ഇത് വായിച്ച് ആ രീതിയിൽ കണക്ട് ചെയ്ത് നോക്കും. ചിലരിങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് എടുക്കുന്നവരുടെ, ഞാൻ സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, വെയിറ്റ് എടുക്കുന്നവരുടെ സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡർ ഭയങ്കരമായിട്ട് പ്രോമിനന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ അന്നിങ്ങനെ ഓർത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ളത്, അത് സെറേറ്റസ് ആന്റീരിയറിന്റെ മസിൽ, ആ മസിലിന്റെ നെർവ്, അതായത് നെർവ് ഓഫ് ബെൽ അല്ലെങ്കിൽ ലോങ് തൊറാസിക് നെർവിന്റെ പരാലിസിസ് ആണ്. നമുക്ക് പരാലിസിസിന് ഭയങ്കര മെഡിസിൻ, എന്നാലും ഞാൻ പറയുന്നത് അതല്ല. ഒരു പേഷ്യന്റ് അങ്ങനെ വന്നാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്ത് ആ പേഷ്യന്റിനോട് പറയാൻ സാധിക്കുമല്ലോ എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നെർവ് ഓഫ് ബെൽ അല്ലെങ്കിൽ ലോങ് തൊറാസിക് നെർവിന്റെ പരാലിസിസ്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ പെട്ടെന്ന് തന്നെ ഷോൾഡറിലോ അല്ലെങ്കിൽ ഓവർഹെഡ് ഈ തലയിലോ വെയിറ്റ് എടുക്കുന്നവർക്കാണ് ഈ സെറേറ്റസ് ആന്റീരിയർ മസില് പാരലൈസ്ഡ് ആവുന്നത്. അപ്പൊ അതിങ്ങനെ, അപ്പം അവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ദേ കനോട്ട് പുഷ് ഓർ പഞ്ച്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ മീഡിയൽ ബോർഡർ സ്കാപ്പുല ഇങ്ങനെ വിങ് ചെയ്യുന്നോണ്ട് ഇങ്ങനെ അത് നമുക്ക് കാണാം. ഞാൻ അങ്ങനെ പണ്ട് ഇത് വായിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പണ്ട് കണ്ട അങ്ങനെ കേസുകൾ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ചിലരുടെ ആ മീഡിയൽ ബോർഡർ നല്ലപോലെ പ്രോമിനന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരാള് അവരുടെ, ഇപ്പം ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒക്യുപ്പേഷൻ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം, അവരോട് നമുക്ക് പറയാം ഇങ്ങനെയുള്ള ഇതായതുകൊണ്ടാണ് ഈ സംഭവം. അത് പിന്നെ ബാക്കി മെഡിസിൻ നമുക്ക് പ്ലംബമെറ്റോ പോസ്റ്റിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ റെസ്റ്റോക്സോ റൂട്ടോ എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കാം ആ രീതിയിൽ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ സെറേറ്റ് ആ വിങ്ങിങ് ഓഫ് സ്കാപ്പിലേക്ക് ഞാൻ റെപ്പർട്ടറിയിൽ കണ്ടില്ല. അതുപോലെ തന്നെ ഞാനൊരു തമാശയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു കൺജനിറ്റൽ കണ്ടീഷൻ ഉണ്ട് സ്കാഫോയിഡ് സ്കാപ്പുല, അതായത് മീഡിയൽ ബോർഡർ കോൺകേവ് ആയിരിക്കും. അതൊരു കൺജനിറ്റൽ കണ്ടീഷൻ, ഒരു ഡെവലപ്മെന്റൽ അനോമലിയാണ്. ഇനി നമ്മൾ ഹ്യൂമറസിലോട്ട് വരുമ്പോൾ, ഹ്യൂമറസ് ഒരു ഫണ്ണി ബോണാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഇവിടെ ലാറ്ററൽ എപ്പിക്കൊണ്ടയിൽ ഇങ്ങനെ അൾനാഡ് ആ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ, ഒളിക്രാനിയം പ്രോസഡ് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഫണ്ണി ഫീലിംഗ് നമ്മുടെ ഫോറാമിൽ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഹ്യൂമറസ്, അതായത് ഈ ലാറ്ററൽ എപ്പിക്കൊണ്ടയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമറസിന്റെ പോർഷൻ ആണ്. അതുകൊണ്ടാണ് ഹ്യൂമറസിന് ആ ഒരു പേര് വന്നതെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. ഹ്യൂമറസിന്റെ ഫ്രാക്ചർ ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. ഞാൻ അന്നൊക്കെ ഓടിച്ചാ പോയത്. പിന്നെ എനിക്ക് തോന്നി അത് ഇത്തിരിയുടെ നിർത്തി പറയേണ്ടതായിരുന്നു. എന്ന് വെച്ചാല് ലൈക്ക് ഫീമറിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഹ്യൂമറസിനും സർജിക്കൽ നെക്ക്, ദെൻ ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസ്, സൂപ്രാകോണ്ടൈലർ, 3 ഭാഗത്ത്. അപ്പൊ സർജിക്കൽ നെക്ക് നമുക്കറിയാം, അനാട്ടമിക്കൽ നെക്കും ഉണ്ട്, സർജിക്കൽ നെക്കും ഉണ്ട്. സർജിക്കൽ നെക്ക് എന്ന് പറയുന്ന ആ ഹെഡ് ഓഫ് ദി ഹ്യൂമറസിനെ ഷാഫ്റ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ. അപ്പൊ ഈ 3 ഭാഗവും വളരെ ഇമ്പോർട്ടന്റുമാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഫ്രാക്ചർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന്, അത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം ഫ്രാക്ചർ ആണെന്ന്, അതിന്റെ സിംറ്റംസ് നമുക്കറിയാം. അപ്പൊ ഏത് പോർഷൻ ആണെന്ന് വെച്ചാൽ ആ പേഷ്യൻസിന് ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഫ്രാക്ചർ കേസ് ആദ്യമേ നമ്മൾ നോക്കാൻ നിൽക്കത്തില്ല. നമ്മൾക്ക് എല്ലാവർക്കും, എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ്. ഉടനെ തന്നെ നമ്മളൊരു ഓർത്തോപീഡീഷ്യന്റെ അടുത്ത് വിടും. സ്റ്റിൽ നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ അത് ഞങ്ങൾ അതിനുശേഷം റെഡിയാക്കി. ഒരു പേഷ്യന്റ് വന്ന് നമ്മളുടെ, അന്ന് മഴയായിരുന്നു, ഒന്ന് സ്ലിപ്പായി, പെട്ടെന്ന് തന്നെ കൈ കുത്തിയാണ് വീണത്. അപ്പൊ തന്നെ ആ റേഡിയൽ പോർഷനിൽ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മോസ്റ്റ് പ്രോബ്ലി ഇതാണ് കോളീസ് ഫ്രാക്ചർ. അപ്പൊ എന്നാലും ഞാൻ വീണതിനും ആ പേടിച്ചതിനും ഒക്കെ അക്കോണേറ്റ് ആദ്യം ഒന്ന് പുള്ളി പേടിച്ചതെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഡിസേബിലിറ്റി ഉള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ വീണപ്പോൾ ആദ്യം അങ്ങ് ഭയന്നു. ഞാൻ അക്കോണേറ്റ് ആണ്, വണ്ണമാണ് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പേ തന്നെ ആർണിക്കയും പിന്നെ സിംഫൈറ്റും കൊടുത്താണ് വിട്ടത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അതും എനിക്കൊരു ബുദ്ധിമുട്ടായി. മീൻസ് അപ്പൊ ചെന്നപ്പോൾ ആ ഡോക്ടർ ഉടനെ തന്നെ ആ പേഷ്യന്റിന് പിന്നെ ഇത് ചെയ്തില്ല, റിഡക്ഷൻ ഒന്നും ചെയ്യാഞ്ഞ് പിന്നെ അടുത്ത ദിവസമാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ഡിഹോമിറ്റി അവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്നാലും ഞാൻ കുറെ നാള് നമ്മൾ
നമ്മുടെ അടുത്ത് വരികയും ഞാൻ മെഡിസിൻസ് കൊടുത്ത് ഇപ്പൊ ഒരു മേശനാണ്, പുള്ളി ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ അപ്പൊ അത് അത്രയും കോൺഫിഡന്റോടുകൂടി നമുക്ക് പറയാൻ പറ്റിയത് ആ റേഡിയസിന്റെ ഫ്രാക്ചർ ആണ് അല്ലെങ്കിൽ ഹ്യൂമറസിന്റെ ആണോ നമുക്ക് കാണുമ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും കോൺഫിഡന്റ് ആകും. അതുപോലെ തന്നെ റേഡിയസിന്റെ ഫ്രാക്ചർ കോളീസ് ഫ്രാക്ചർ മാത്രമല്ല, അത് ഞാൻ പറഞ്ഞു. കോളീസ് ഫ്രാക്ചർ ആണെങ്കിൽ ഇതുപോലെ ഡിന്നർ ഫോർക്ക് ഡിഫോമിറ്റി പോലെ ഇങ്ങനെ ഇരിക്കും. അതേസമയം അതുപോലെ തന്നെ ഇപ്പം റേഡിയസിന്റെ തന്നെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെയാണെങ്കിൽ അതിന് സ്മിത്ത് ഫ്രാക്ചർ, അതിന്റെ ആ ഒരു ബോണിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വ്യത്യാസം. അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോലും നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു സന്തോഷമല്ലേ. അതുപോലെ തന്നെ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുമ്പോൾ വേറൊരു സംഭവമുണ്ട്. കയ്യില് സ്കാഫോയിഡ് ബോൺ ഉണ്ട്. യെസ്, സ്കാഫോയിഡ് ബോൺ ഇങ്ങനെ വീഴാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വേറെ എങ്ങുമില്ല. ഇപ്പം ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീഴുമ്പോഴാണ് നമുക്ക് ഇവിടെ സർജിക്കൽ നെക്കിൽ വരാം, ഷാഫ്റ്റിൽ വരാം, എൽബോയിൽ വരാം, നമ്മുടെ റേഡിയസിന്റെ ഇത് വരാം, ദെൻ ഈ സ്കാഫോയിഡ് വില. അപ്പൊ നമുക്ക് വേറെ എങ്ങും കുഴപ്പമില്ല. ആ പേഷ്യന്റ് വന്ന് നമ്മളോട് പറയും, നമ്മളുടെ ഈ തമ്പിന്റെ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം അനാട്ടമിക്കൽ ബോക്സ് ആണ്, അനാട്ടമിക്കൽ ബോക്സ് ആണ് ഈ ഒരു ട്രയാങ്കുലർ, അതിന് റേഡിയൽ ഫോസി എന്നും പറയും. അത് നമ്മൾ പ്രത്യേകം കാണുന്നത് മീൻസ് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് വരുന്നത് ഈ എക്സ്റ്റെൻഡഡ് തമ്പ് ഈ രീതിയിലാണ്. അപ്പൊ അവിടെ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ പേഷ്യന്റിനോട് പറയും നിങ്ങൾക്ക് ഫ്രാക്ചർ തന്നെയാണ്, ഈ സ്കാഫോയിഡ് ബോൺ എന്ന് പറയുന്നിടത്താണ് അത് വന്നിരിക്കുന്നത്, റേഡിയൽ നെർവിന്റെ സപ്ലൈ ഉള്ളത് കൊണ്ടാണ് അത്. ഉടനെ തന്നെ നമ്മൾ അതിന്റെ പോയി പ്ലാസ്റ്റർ ഇടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്കാഫോയിഡ് ബോൺ ഇവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാലേ ആ പേര് സഹിതം നമുക്ക് പറയാൻ പറ്റൂ. അതിന്റെ ഇപ്പുറത്തൊരു ലൂനേറ്റ് ബോൺ ഉണ്ട്. ആ ലൂനേറ്റ് ബോണിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ലൈക്ക് സിംറ്റംസ് ഉണ്ടാകും. അപ്പൊ ഇതൊന്നും ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് വീണ്ടും വരാം. ഹ്യൂമറസിന്റെ വരുമ്പം 3 ഭാഗം ഞാൻ പറഞ്ഞല്ലോ. സർജിക്കൽ നെക്ക് പറഞ്ഞു, ഷാഫ്റ്റ് പറഞ്ഞു, സൂപ്രാകോണ്ടൈലാർ പറഞ്ഞു. അപ്പൊ ആദ്യം അതുപോലെ തന്നെ ഈ 3 ഭാഗത്തും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെർവ്സ് കൂടെ ഞാൻ പറയാം. സർജിക്കൽ നെക്കിലാണെങ്കിൽ ആക്സിലറി നെർവാണ്, ഷാഫ്റ്റിലാണെങ്കിൽ റേഡിയൽ നെർവാണ്, സൂപ്രാകോണ്ടൈ അതായത് താഴത്തെ പോർഷനാണ് അൾനാർ നെർവാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും 3 നെർവുകളാണ്. ഇപ്പൊ ആക്സിലറി നെർവ് ഞാനിപ്പോ ഡെൽറ്റോയിഡിന്റെ പറഞ്ഞു, ഡെൽറ്റോയിഡിന്റെ ഇൻസേർഷൻ പറഞ്ഞു, ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി നമുക്ക് എല്ലാവർക്കും പണ്ടേ അറിഞ്ഞാൽ നമുക്ക് ഡെൽറ്റോയിഡ് റുമാറ്റിസം നമുക്ക് റൈറ്റ് ലെഫ്റ്റ് അതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ നമ്മൾ സാങ്ക്വിനേറിയ കൊടുക്കും, റൈറ്റ് ആണെങ്കിൽ, ലെഫ്റ്റ് ആണെങ്കിൽ ഫെറമെറ്റ് കൊടുക്കും. അത് രണ്ടും ആണെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് ആണെങ്കിൽ എനിക്ക് സൾഫർ കൊണ്ട്, അത് സൾഫർ ഞാൻ 1 ആണ് കൊടുത്തിട്ടുള്ളത്, സൾഫർ കൊണ്ട് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബോത്ത് ആണെങ്കിൽ സിഫിലിന കേട്ടാ, റൈറ്റിനാണ് അദ്ദേഹം പറഞ്ഞ, റൈറ്റിനാണെങ്കിൽ സിഫിലിനം ഓഫ്കോഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ തെർമലും ഒക്കെ നമുക്കറിയാം, അതെല്ലാം ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഡെൽറ്റോയിഡ് അതായത് ഒരാള് ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ വീണു, ഇവിടെയാണ് ആക്സിലറി നെർവിന് പ്രശ്നം ഉണ്ടായാൽ ഈ ഒരു ഡെൽറ്റോയിഡ് മസിന്റെ പാരാലിസിസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം ഇൻട്രാമസ്കുലാർ, സോറി അതും കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറഞ്ഞു, ഞാൻ ശകലം തെറ്റിച്ചോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസ് നമുക്കറിയാം ഡെൽറ്റോയിഡിന്റെ ആ പോർഷനിലാണ് കൊടുക്കുന്നത്. അത് തന്നെ ഒരു ലൊക്കേഷൻ ഉണ്ട്, തീരെ അങ്ങ് മേളിലാകാനോ തീരെ താഴെ ആകാനോ പാടില്ല. അങ്ങനെ ആയാലും നമ്മുടെ ആക്സിലറി നെർവ് പാരാലിസിസ് ആകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ട്രപ്പീഷ്യസ് മസിൽ ഉണ്ട് നമ്മുടെ നെക്കിൽ, അതാണ് ഈ ഷ്രഗിങ്, അതും ഞാൻ കാണിച്ചത് ഓർക്കുന്നുണ്ടായിരുന്നു. ആ ഷ്രഗിങ് മസിലിന്റെ ആണ് ട്രപ്പീഷ്യസ് മസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു കേസ്, അതായത് ഇപ്പം ആർക്കെങ്കിലും ഒരു സെർവൈക്കൽ ലിംഫിനോഡ്സോ അങ്ങനെ എന്തെങ്കിലും ബയോപ്സി, എല്ലാം ബയോപ്സി ആണല്ലോ, അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു മൂവ്മെന്റ്, അതായത് ഒരു ഷ്രഗ് ചെയ്യാനുള്ള മൂവ്മെന്റ് പോയാൽ നമുക്ക് അവർ പേഷ്യൻസിനോട് പറയാം ഈ ട്രപ്പീഷ്യസ് മസിൽസിന് സപ്ലൈ ചെയ്യുന്ന ആക്സിലറി സ്പൈനൽ നെർവ് 11, അപ്പൊ ആക്സസറി നെർവാണ്. അപ്പൊ അതിന്റെ പാരാലിസിസ് കൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു റെജിമെന്റ് ബാഡ്ജ് ലൈക്ക് ഏരിയ വരെ, ഇപ്പൊ ഒരു പേഷ്യന്റ് ഇങ്ങനെ വന്ന് ഒരു ചുമന്ന അല്ലെങ്കിൽ ഈ ഒരു റെജിമെന്റ് ബാഡ്ജ് നമുക്കറിയാലോ, അങ്ങനെ എഴുതി വന്നാണ് നമുക്ക് ഉടനെ തന്നെ അവരോട് ചോദിക്കാം നിങ്ങൾ ഇഞ്ചക്ഷൻസ് വല്ലതും എടുത്തിട്ടുണ്ടോ, നമുക്കറിയാം. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ആക്സിലറി നെർവിന്റെ ഇഞ്ചുറി കൊണ്ടോ പാരാലിസിസ് കൊണ്ടോ ഉണ്ടായതാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ലഡം കൊടുക്കാം അല്ലേട്ടാ,
ഐപ്പറിക്കം കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ലോജിക്കലി ചിന്തിച്ച് പോകാം. അതാണ് ആക്സിലറി നെർവിന്റെ ആ ഡെൽറ്റോയിഡ് മസിലിന്റെ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിലോ വീഴുമ്പോൾ ഉണ്ടാവുന്ന ഫ്രാക്ചർ ആണ് ഫ്രാക്ചർ ഓഫ് സർജിക്കൽ നെക്ക് ഓഫ് ഹ്യൂമറസ്. യെസ്, ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതായത് ഷാഫ്റ്റില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദ പോയിന്റ് ബിറ്റ്വീൻ മീഡിയൽ 2/3 ആൻഡ് ലാറ്ററൽ 1/3 ഓഫ് ഹ്യൂമറസ് ഈസ് പ്യുവർ ബ്ലഡ് സപ്ലൈ ആണ്. അതുകൊണ്ട് അവിടെ ഡിലേഡ് ഹീലിംഗേ വരത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഷാഫ്റ്റിലാണ് റേഡിയൽ നെർവ്. റേഡിയൽ നെർവ് അവിടെ അല്ലാതെ നമ്മുടെ ഈ ആക്സിലയിൽ തന്നെ സ്പൈറൽ ഗ്രൂവ് ഉണ്ട്, അവിടെ കൂടെയും റേഡിയൽ നെർവ് വരും. അപ്പൊ 2 റീസൺ ഉണ്ടെങ്കിൽ, അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ക്രച്ചസ് പാൾസി ഓർ സാറ്റർഡേ നൈറ്റ് പാൾസി. അപ്പം ആ 2 പാൾസിയും അത് സ്പൈറൽ ഗ്രൂവിൽ, അത് ഞാൻ പറഞ്ഞു അന്ന് ഇങ്ങനെ കൈ അതായത് ആംഡ് ചെയറിൽ നമ്മൾ ഇരുന്ന് ഉറങ്ങി, ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് ഉറങ്ങുവാണെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ക്രച്ചസ്. ഇപ്പൊ പിന്നെ ഞാൻ അന്നും പറഞ്ഞു ക്രച്ചസ് ഇപ്പൊ അത്ര ഇല്ല, വാക്കറാണ്. അപ്പൊ അങ്ങനെ ക്രച്ച് അങ്ങനെ ആകുമ്പോൾ ഈ സ്പൈറൽ ഗ്രൂവിൽ പ്രഷർ ചെന്നിട്ട് പരാലിസിസ് ഉണ്ടായാണ് റേഡിയൽ നെർവ് പാൾസി ഉണ്ടായിട്ട് റിസ്റ്റ് ഡ്രോപ്പ് വരുന്നത്. അപ്പൊ ഞാൻ ലോവർ ലിംബിൻ്റെത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ റേഡിയൽ നെർവ് ആണ് അപ്പർ ലിംബിൽ റിസ്റ്റ് ഡ്രോപ്പ് ആക്കില്, കോമൺ പെരിനിയൽ നെർവ് ആണ് ലോവർ ലിംബിൽ ആംഗിൾ ഡ്രോപ്പും ഉണ്ട്. ലൈക്ക് ഇതുപോലെ തന്നെ റിസ്റ്റ് ഡ്രോപ്പ് ഈ രീതിയിൽ അങ്ങ് കിടക്കും, റേഡിയൽ നെർവിന്റെ ആണ്. അപ്പൊ അത് സ്പൈറൽ ഇവിടെ ആക്സിലയിലുള്ളതും പിന്നെ ഷാഫ്റ്റിലും ഉണ്ട്. അപ്പൊ ഷാഫ്റ്റിൽ ഈ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങൾ നമുക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാം. ഒന്ന്, അത് റേഡിയൽ നെർവിന്റെ ആണെന്ന് പറയാം, റിസ്റ്റ് ഡ്രോപ്പ് ഉണ്ടാകും എന്ന് പറയാം. തന്നെ ഷാഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഫോറാം ഒക്കെ വേസ്റ്റിങ്ങും വരും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ് സൂപ്രാ കോണ്ടൈലാർ പിന്നെ ഇത് വരുന്നത്, ഫ്രാക്ചർ വരുന്നത്. അവിടെ അൾനാർ നെർവ് ആണെങ്കിലും ഈ സൂപ്രാ കോണ്ടൈലാർ ഫ്രാക്ചറിൽ കൂടുതലായിട്ടും അഫക്റ്റഡ് ആവുന്നത് മീഡിയൽ നെർവ് ആണ്. മീഡിയൻ നെർവ് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ വളരെ മീഡിയൻ നെർവും അൾനാർ നെർവും ആണ് നമ്മളുടെ കൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നെർവുകൾ. എല്ലാ നെർവും ഉണ്ടെങ്കിലും അൾനാർ നെർവ് ഫൈൻ മൂവ്മെന്റ്സും, അതിന് മ്യൂസിഷ്യൻസ് നെർവ് എന്നും പറയും. മീഡിയൻ നെർവിന് കൊയാഴ്സ് നെർവ് അല്ലെന്നൊരു ലേബേഴ്സ് നെർവ് എന്ന് പറയും. അപ്പൊ ഈ സൂപ്രാ കോണ്ടൈലാർ ഫ്രാക്ചർ വരുമ്പോൾ മീഡിയൻ നെർവ് പരാലിസിസ് ഉണ്ടായിട്ട് ക്ലോ ഹാൻഡ്, അത് ഞാൻ പറഞ്ഞു മീഡിയൻ നെർവിന്റെ സപ്ലൈ ഈ ഭാഗത്താണ് വരുന്നത്. അൾനാർ നെർവിന്റെ ഇപ്പുറത്തെ ഭാഗത്തും വരും. അത് റേഡിയൽ നെർവിന്റെ ആകുമ്പോഴേ നമുക്കറിയാം ചെറിയ തിരിച്ചും വരും. അപ്പം മീഡിയൻ നെർവിന്റെ പാൾസി വരുമ്പോൾ ക്ലോ ഹാൻഡ് വരും, കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് ആണ് വരുന്നത്. മീഡിയൻ നെർവും അൾനാർ നെർവും കൂടി പാൾസി ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലോ ഹാൻഡ് ആണ് വരുന്നത്. കാരണം ക്ലോ ഹാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു ഫിസ്റ്റ് പോലെ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല, ഒരു മുഷ്ടി ചുരുട്ടാൻ പറ്റത്തില്ല. കറക്റ്റ്, അത് തന്നെ. അപ്പൊ ഈ സൂപ്രാ കോണ്ടൈലാർ ഫ്രാക്ചർ വരുമ്പോൾ അത് ഈ മീഡിയൻ നെർവിന്റെ കൂടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആർട്ടറിയാണ് ബ്രേക്കിയൽ ആർട്ടറി, എല്ലാവർക്കും അറിയാം. ആ ബ്രേക്കിയൽ ആർട്ടറി ഒക്ലൂഡഡ് ആവുമ്പോൾ എന്ത് പറ്റും? അപ്പൊ ഒരു ഫ്രാക്ചർ വന്നു, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഈ ഫോറാം മസിൽസ് എല്ലാം, ഫോറാം എല്ലാം വേസ്റ്റിംഗ് ആണ്, മെലിഞ്ഞ് ശോഷിച്ച് വന്നിട്ട് ക്ലോ ഹാൻഡും കൂടി വരും. അപ്പൊ ഫ്രാക്ചറിന്റെ മെഡിസിൻസ് എല്ലാം നമുക്കറിയാം. അപ്പൊ ഈ ഒരു അതിനാണ് വോക്ക്മാൻസ് ഇസ്കീമിക് ഫ്രാക്ചർ എന്ന് പറയും. അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഒരു ലേഡി വന്നപ്പം പിന്നെ അവിടെ കേസെല്ലാം പറഞ്ഞു ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെഡിസിൻ ഇതൊക്കെ എടുത്തു, കേസൊക്കെ എടുത്തു കൊടുത്തപ്പം എനിക്ക് സൈക്ലാമിന്റെ മൈൻഡ് നമുക്കറിയാം, സൈക്ലാമിനാണ് വന്നത്. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ റെസ്ക്യൂ റെമഡി ഞാനും പണ്ടേ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ക്ലാസ്സുകളിലോട്ട് ഒന്നും കൂടി കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം കുറേ ടെൻഷൻസും കേസ് ആൻഡ് വറീസും ഒക്കെ ഉണ്ട് ആ ലേഡിക്ക്. ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഫാമിലി ഹിസ്റ്ററി ചോദിക്കുമല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ വളരെ സന്തോഷമാണ്, ഇരുന്ന് കേസ് എടുക്കാനുള്ള സമയമുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു വന്നപ്പം അനിയത്തിക്ക് ലോറൽ മൂൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ക്ലിക്കായി, ഒരു ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടായി. ആ സിൻഡ്രോം ആണ് എന്ന് പറഞ്ഞ് നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ബ്ലിങ്ക് ആകും, അയ്യോ ഇതെന്താണെന്ന്. അപ്പൊ എന്റെ മുഖഭാവം കാണുമ്പോൾ ആ ലേഡിക്കും മനസ്സിലായി ഇതെനിക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. സോ അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ സൂപ്രാ കോണ്ടൈലാർ ഫ്രാക്ചർ കൊണ്ട് ബ്രേക്കിയൽ ആർട്ടറി ഒക്ലൂഡഡ് ആവുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ടീഷനെയാണ് വോക്ക്മാൻസ് ഇസ്കീമിക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം നോക്കട്ടെ, അത് ഞാൻ പറഞ്ഞു
പിന്നെ പിന്നെ നമ്മുടെ റേഡിയസിന്റെ അത് പറഞ്ഞു. അതെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ പഠിച്ച കാലം തൊട്ടേ നമ്മൾ അത് ഓർക്കുന്നുണ്ട്. കോളീസ് ഫ്രാക്ചർ, സ്മിത്ത് ഫ്രാക്ചർ, അത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാനപ്പോൾ ഫ്രാക്ചറും കൂടി ഒന്ന് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ കൈ പിടിച്ച് പെട്ടെന്ന് ബസ്സിലൊക്കെ വരുമ്പോൾ സഡൻ ജെർക്കിംഗ് പുൾ ഓഫ് ഫോറാം. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു കണ്ടീഷൻ ഉണ്ടാകും. കാരണം ചിലപ്പോൾ ഒരു ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ കയ്യിൽ. അതായത് അനുലാർ ലിഗമെന്റ് ഉണ്ട് നമ്മളുടെ എൽബോ ജോയിന്റിൽ. അപ്പൊ അനുലാർ ലിഗമെന്റിലാണ് നമ്മളുടെ ഈ റേഡിയസിന്റെ ഹെഡ് ഇരിക്കുന്നത്. അതിൽ നിന്ന് ഡിസ്ലൊക്കേഷൻ ആകുമ്പോൾ പുൾഡ് എൽബോ എന്ന് പറയും. അപ്പൊ അത് ഒരു മിനിറ്റ്, ഫ്രാക്ചേഴ്സ് ലെഗ് ആണല്ലോ കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അത് പുൾഡ് എൽബോ. അപ്പൊ അന്നേരം പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ എടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു വേദന ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, അത് പുൾഡ് എൽബോ ആണ്, ഇത് സംഭവം ഇതാണ്, ഹെഡ് ഓഫ് ദി റേഡിയസ് അനുലാർ ലിഗമെന്റിൽ നിന്നും ഡിസ്ലൊക്കേഷൻ ആയപ്പോഴാണ് വന്നതെന്നുള്ളത്. ഇപ്പൊ ഡിസ്ലൊക്കേഷന്റെ ആ സിംറ്റം നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പൊ ഫ്രാക്ചറിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മെഡിസിൻസ് ആണ്. എന്നാലും ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കാം. ബ്രൈ, കാൽക്കേറിയ ഫോസ്, റൂട്ട, സിംഫൈറ്റം. ഞാൻ അന്നേരം ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കാലിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനമായിട്ട് തോന്നണ്ട. അങ്ങനെ തന്നെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്. ഫ്രാക്ചർ ഓഫ് ടിബിയ, ആന്ത്രാസിനം മാത്രമാണുള്ളത്. അങ്ങനെ എനിക്ക് തന്നെ മരുന്ന് കഴിച്ച് റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ ഒരു പേഷ്യന്റിനെ നമുക്ക് എന്താ പറഞ്ഞ, ഒരു തമാശയായിട്ട് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഒരു ദൈവം ഇങ്ങനെ കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ആന്ത്രാസിനം തന്നെ കൊടുത്തു. ദേവൻ ഡോക്ടറെ പേഷ്യന്റ് ആയിരുന്നു. വളരെ ക്വിക്ക് റിസൾട്ട് ആണ് കിട്ടിയത്. അപ്പം നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മുടെ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിക്കും. ഈശ്വരൻ ചിലപ്പോൾ നമുക്ക് ഓരോരോ അനുഭവങ്ങളൂടി തരുന്നതായിരിക്കും. ഓപ്പൺ ഫ്രാക്ചറിനും ആന്ത്രാസിനം കൊള്ളാം. ലാസറേറ്റഡ് ബൂൺസ് അല്ലെ ഫ്രാക്ചറിനും നമ്മുടെ ഹൈപ്പേറിക്കം കൊള്ളാം. വിത്ത് സെപ്പറേഷൻ ആർണിക്ക. ഇതെല്ലാവർക്കും അറിയാവുന്ന തന്നെ, ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് പോയെന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഡിസ്ലൊക്കേഷനും കൂടി ഒന്ന് നോക്കാം. പിന്നെ ഈ ഡിസ്ലൊക്കേഷൻ ഒന്ന് പെട്ടെന്ന് പറയാം. ഡിസ്ലൊക്കേഷൻ ഇപ്പം ഷോൾഡറിന്റെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ എൽബോയുടെ കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഇപ്പം എങ്ങനെ എടുത്ത് പൊക്കിയതിന് ശേഷമാണ് അല്ലെ കുഞ്ഞ് നമ്മളുടെ കൈ തൊടിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ മെഡിസിൻസ് കൂടെ കൊടുക്കാമല്ലോ. ഷോൾഡറിൽ ഡിസ്ലൊക്കേഷൻ, ഷോൾഡർ ചിലർക്ക് ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി പോലെ വരാം. പാറ്റല്ല ഡിസ്ലൊക്കേഷൻ ഞാൻ അന്നേ പറഞ്ഞു, ജെൽസീമിയമാണ് കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട്. അത് ഞാൻ ആദ്യം ജോലി ചെയ്തത് തൃശ്ശൂരാണ്, പൂവത്തിശ്ശേരിയിൽ. ജെൽസീമിയം കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. പാറ്റല്ല ഇടയ്ക്കിടയ്ക്ക് ആ ലേഡിക്ക് പാറ്റല്ല ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമായിരുന്നു. ഇവിടെ നമ്മൾ ഷോൾഡറിന്റെ കാരണങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? വളരെ സപ്പോർട്ട് ഒന്നുമില്ല, ഇൻഫീരിയർലി ആണ് കൂടുതലായിട്ട്. പെട്ടെന്ന് തന്നെ ഡിസ്ലൊക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. തൂജ മാത്രമേ പറയുന്നുള്ളൂ, തൂജ മാത്രം ഷോൾഡറിന്റെ. പിന്നെ എൽബോയ്ക്ക് പറയുന്നത് സോർണമാണ്. സോർണമാണ് എൽബോയ്ക്ക് പറയുന്നത്. ഫിംഗർ ജോയിൻസിന് ഈസി ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ ബെൽഡോണ, ഹെപ്പാർ, ട്യുക്രിയ. ഇനി തമ്പിന് അക്കോണൈറ്റ്, കുപ്രമെറ്റ്, ലോറോസിറോസിസ്, നെക്സോമിക്ക, വെറേറ്റർ. അതുപോലെ തന്നെ ഹിപ്പും ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സ്പോണ്ടേനിയസ്, അത് ഒരു സ്പോണ്ടേനിയസ് ഡിസ്ലൊക്കേഷൻ ആണ്. കൺജനിറ്റൽ ഡിസ്ലൊക്കേഷൻസ് വരാം ഹിപ്പിന് മെഡിസിൻസ് പറയുന്നത് 3 മാർക്സ് പറയുന്നത് കാൽക്കേരിയയും കോസ്റ്റിക്കും ആണ്. പിന്നെ വേറെ മെഡിസിൻസും ഉണ്ട്. കാൽക്കേരിയ ഫ്ലോറ്, കോളോസിന്ത്, റെസ്റ്റോക്സ്, തൂജ. അപ്പൊ ആ ഒരു ടെൻഡൻസി വരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു കൺജനിറ്റൽ കണ്ടീഷൻസ്. അപ്പൊ അത് നമുക്ക് അഥവാ അവന് വന്നാൽ ഓഫ്കോഴ്സ് അവർ ഹോസ്പിറ്റലിൽ പോയി അതിന് ബാക്കിയുള്ള അസസറി മെഷേഴ്സ് ഒക്കെ ചെയ്താൽ പോലും ആ ഒരു ടെൻഡൻസി, ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നുള്ള ആംഗിൾ സ്പ്രെയിനിന് റെക്കറന്റ് ആണെങ്കിൽ കാൽക്കേറിയ, മെഡോറിനം, നേട്രമൂർ പക്ക മെഡിസിൻസ് ആണ്. അത് പിന്നെ ആ പേഷ്യന്റിന് അങ്ങനെ വരില്ല, അത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാം. അത് തന്നെയാണ് സ്പോണ്ടേനിയസ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ്. അപ്പൊ ഹിപ്പിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് അനാട്ടമി എല്ലാം നമുക്കറിയാം. ഒരു ഹിപ്പ് ബോൺ എന്ന് പറയുന്ന ഒരു വലിയൊരു ബോണാണ്. അതൊരു ഇറഗുലർ ഷേപ്പ് ബോണാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇലിയവും ഇഷ്യവും പ്യൂബിസും എല്ലാം ഉണ്ട്. അതിന് ഒരു അസറ്റാബുല ഉണ്ട്,
ഒരു ഒപ്റ്ററേറ്റർ ഫൊറാമിൻ ഉണ്ട്. അപ്പം അതിനും ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ ഫീമറും ആ ഹിപ്പ് ബോണും കൂടെ ആ കണക്ഷന് പെട്ടെന്ന് തന്നെ ഡിസ്ലൊക്കേഷൻ ആകാനുള്ള ഒരു ചാൻസ് ഉള്ള ബോണാണത്, മീൻസ് ജോയിന്റ് ആണ്. അപ്പൊ അത് സ്പോണ്ടേനിയസ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പ് ആണെങ്കിൽ കാൽക്കേരിയ പോസ്റ്റിക്കം, ദെൻ കാൽക്കേരിയ ഫ്ലോറ്, പോളോസിന്ത്, റെസ്റ്റോക്സ്, തൂജ. അപ്പൊ ആ രീതി അങ്ങനെ നമുക്ക് മരുന്ന് കൊടുക്കാം. പിന്നെ കുറച്ച് ഇനി സിറ്റിംഗ് ഡൗൺ ഹിപ്പിക്കാക്ക്, വെൻ വോക്കിംഗ്, തൂജ. ഇനി പാറ്റില്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, കനാബിസ് സറ്റൈവ എനിക്ക് കിട്ടിയത് ജെൽസീമിയാണ്. അന്ന് എന്തോ ഇങ്ങനെ റെഫർ ചെയ്ത് പോയതാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് ജെൽസീമിയം കൊടുത്താണ് എനിക്ക് മനസ്സിലായത്. ഗോയിങ് അപ്സ്റ്റേഴ്സ് വെൻ കനാബിസ് സറ്റൈവ. ആംഗിൾ ആണെങ്കിൽ ബ്രൈ, നേട്രങ്കാർ, നെക്സോം, ഫോസ്ഫറസ്, സോർണം, റൂട്ട, സൾഫർ. ലെഫ്റ്റിനാണെങ്കിൽ ഒറ്റ മെഡിസിനെ പറയുന്നുള്ളൂ, കാലിബേറ്റ്. അപ്പൊ ഈസി ഡിസ്ലൊക്കേഷൻ അതിന് കാൽക്കേരിയ ഓഫ് കോഴ്സ് പറയുന്നു. നീക്കാണെങ്കിൽ നെക്സോമിക്ക, ആംഗിൾസിൽ നേട്രം കാർബ്. ഞങ്ങൾ മറന്നുപോയിട്ട് ഞങ്ങളുടെ മോനാണ് ഇങ്ങനെ റെഫർ ചെയ്ത് നേട്രം കാർബ് പറഞ്ഞിരുന്നു. അപ്പൊ ഓരോ ആരുടെ ആണെങ്കിലും ചെറിയ അറിവുകൾ നമുക്ക് എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. പിന്നെ ജോയിന്റ്സ് ഓഫ് ടോസ് ആണ് കാർബോ അനിമൽസും ലൈക്കോപ്പൊഡിയം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നോക്കട്ടെ, ഞാൻ ഇനി പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, ഒരു മെയ്ഡ്ലങ് ഡിഫോമിറ്റി എന്ന് പറഞ്ഞ കാരണം ഈ ഫ്രാക്ചർ ഓഫ് ദി ഡോഴ്സി ഫ്ലെക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് അൾനയാണ്, ലോവർ എൻഡ് ഓഫ് അൾന ഡ്യൂ ടു റിട്ടാർഡഡ് ഗ്രോത്ത് ഓഫ് റേഡിയസ്. ഈ ഫ്രാക്ചർ ഓഫ് സ്കാഫോൾഡ് ബോൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് അനാട്ടമിക്കൽ നമ്മളുടെ പെയിൻ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അനാട്ടമിക്കൽ സ്നഫ് ബോക്സിൽ പെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് അവിടെ മാത്രം, ഇവിടെ ഈ റേഡിയൽ ഫോസാന്നിട്ട് ഇവിടെ പെയിൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. സ്കാഫോൾഡ് ബോണിന്റെ ഇവിടെയാണ്, ഈ സ്കാഫോൾഡ് ബോണിന്റെ ഫ്രാക്ചർ കൊണ്ടാണെന്ന് പറയാം. അതെല്ലാം തന്നെ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിൽ, ഫോൾ ഓൺ ദി ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡിലാണ് ഇത് ഉണ്ടാകുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഞാൻ നോക്കട്ടെ. പോളിഡാക്റ്റിലി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 6 വിരല്, അത് അതിൻ്റെത്. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ വിട്ടുപോയ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ക്യാരിയിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കാരണം നമ്മൾ അനാട്ടമിക്കൽ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കൈയുടെ പാം നമ്മുടെ ഹിപ്പിലോട്ട് അങ്ങോട്ട് അടുത്ത് വരത്തില്ല. നമ്മളൊന്ന് നിന്ന് നോക്കുമ്പോൾ അറിയാം. അത് നോർമൽ ക്യാരിയിങ് ആംഗിൾ ആണ്. ഒരു 13 ഡിഗ്രി ആണ് നോർമൽ ക്യാരിയിങ് ആംഗിൾ. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ജെനു വാൾഗസ്, അത് കാലിൻ്റെത് അറിയാം. ബോലെഗും അറിയാം, അത് ഞാൻ പറഞ്ഞില്ല, മറന്നുപോയി. ബോലെഗും അറിയാം, നോക്നിയും അറിയാം. ലൈക്ക് അതുപോലെ തന്നെ അപ്പർ ലിബിനും ആ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് മെഡിസിൻസ് ഞാൻ നോക്കട്ടെ, പിന്നെ നോക്കി വരുമ്പോൾ അത് പറയാം. സാധാരണ നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി, ഓസ്റ്റിയോപോറോസിസ് അങ്ങനെയുള്ള ഒരു കേസുകൾക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഞാൻ നോക്കി പറയാം. അപ്പൊ അതിന് ഞാൻ കൊടുത്തിട്ടുള്ളത്, എനിക്ക് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ബോലെക്സ് ആയിരുന്നു. ആ ലേഡിക്ക് കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നുമായിരുന്നു. കാരണം നല്ലപോലെ ടിപ്പിക്കൽ ആ ഒരു ബോലെഗിന്റെ ഇത് തന്നെ, കർവേച്ചർ എന്നാണ് കിടക്കുന്നത്. കർവേച്ചർ ഓഫ് ബോൺസ്. ഞാൻ പറയാം, അസഫെറ്റിഡ, മെർക്സോൾ, സിലീഷ്യ. ഇതാണ് മെയിൻ ആയിട്ട് 3 മാർക്സ്. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ആ ബോണിന്റെ ഒരു ഷേപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞാലല്ലേ ഇത് കർവേച്ചർ, നമുക്ക് എല്ലാവർക്കും അറിയാം കർവേച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിന്റെ കോസേഷൻസ്, ഇത് ഇഞ്ചുറി വരാം, ഡിസ്ലൊക്കേഷൻസ് അല്ലെ ഫ്രാക്ചർ അല്ല, ആ ബോണിന്റെ ആ കർവിങ് നല്ല വരുമ്പോൾ ഓസ്റ്റിയോപോറോസിസ് അല്ലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കേസിൽ വരും. പിന്നെ ഓഫ് കോഴ്സ് ഇത് ഒരു ജെനുവിനായിട്ടും കൺജനിറ്റലായിട്ടും ചിലർക്ക് വരുമല്ലോ ഇൻബോർഡായിട്ട്. അപ്പം കർവേച്ചർ ഓഫ് ബോൺസിന് അസഫെറ്റിഡ, മെർസോള്, സിലീഷ്യ. അത് കൂടാതെ ബെൽഡോണ, ലൈക്കോപോഡിയം, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ്, പൾസ്, സെപ്പിയ, സൾഫർ. ഞാൻ കൊടുക്കാറ് സാധാരണ, ഞാൻ ആ കേസിന് ആ ലേഡിക്ക് ഒരു കേസല്ല ഞാൻ, എന്നാൽ ഇത് കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട്, ലാസ്റ്റ് മരടിലായിരുന്നു ആ കേസ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാലികാർബ് ഡിഫോമിറ്റീസിന്, അതായത് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ അങ്ങനെയുള്ള ഡിഫോമിറ്റീസിന് കാലികാർബും കാലിമൂറും നല്ല മെഡിസിൻ ആണ്.
നല്ല ആക്ഷനും കിട്ടുന്നുണ്ട്. ആ ഒരു ഡിഫോംഡ് ടോസ് ഒക്കെ ഒരു വല്ലാത്ത ഷേപ്പിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോയിലി നമുക്ക് റിസൾട്ട് കിട്ടുമെങ്കിൽ പോലും നമുക്ക് കാലിമൂറും കാലികാർബും ഒക്കെ ഞാൻ കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആകാനുള്ള മീൻസ് സമയമെടുക്കുമല്ലോ, എങ്കിലും അത് നല്ല കോൺഫിഡന്റ് ആയിട്ട് അവർക്കൊരു പെയിനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറി വരുന്ന ആയിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയണം വെയിറ്റ് റിഡക്ഷൻ, അതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. വെയിറ്റ് റിഡക്ഷൻ വേണം, അത്യാവശ്യമാണ്. ഇപ്പൊ കേർഡ് ഫിംഗറിനും അല്ലെങ്കിൽ കർവിങ് ആൻഡ് ബോയിങ്ങിനും ഇതുപോലെ തന്നെ കാൽക്കേറിയ ഫോഴ്സ് സിലീഷ്യ. ഇനി കൺട്രാക്ഷൻ ഓഫ് ഫ്ലെക്സേഴ്സ് ഫ്രം, അപ്പൊ അത് വേറെ ഇതാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റൂട്ടാ മാത്രമേ, അപ്പൊ ഫ്ലെക്സാർ മസിൽസിന്റെ കൺട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലെക്സാർ മസിൽ കയ്യിൽ എവിടെയാണ് കാലിൽ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇനി ഒന്നുകൂടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഡിഫോംഡ് കർവേച്ചർ തന്നെ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ബോലെക്സ് ഞാൻ എവിടെയോ ഒന്ന് കണ്ടിരുന്നു, നോക്കട്ടെ, അത് ഇനി കാണുമ്പോ പറയാം. ഇനി വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ് ഈ പോലീസ്മാൻ ടിപ്പ് കൈ, അതായത് നമുക്ക് കൈ അത് അവിടുത്തെ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അപ്പർ ട്രങ്ക് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസിൽ വരുവാണെങ്കിലാണ് ആ ഒരു ഫ്രാക്ചർ പാരാലിസിസ് വരുന്നത്. കൈ ചേർന്ന് കിടക്കും, അബ്ഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ സൂപ്പിനേഷനും പ്രൊണേഷനും നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗീവ്, സൂപ്പിനേഷൻ ബെഗേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്, സുപ്പൈൻ ചെയ്യുന്നത് കിങ്സ് പ്രൊണേറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താ പറ്റുന്നത് വെച്ചാൽ പ്രൊണേഷൻ ആണ്. ഈ കൈ ഇങ്ങനെ ചേർന്ന് കിടന്ന് ഞാനന്ന് പറഞ്ഞാണത് പുറകോട്ട് ഇങ്ങനെ അത് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാൻ, കൈ അനക്കാതെ ഇങ്ങനെ ചേർന്ന് കിടന്ന് ഇങ്ങനെ കൈയുടെ ആ പാം പുറകോട്ട് നിൽക്കും. എന്ന് വെച്ചാൽ പണ്ട് ടിപ്പ് വാങ്ങിക്കുന്ന അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് അതിനാണ് പോലീസ്മാൻ ടിപ്പ് പാരാലിസിസ് അല്ല ഹാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് അപ്പർ ട്രങ്ക് ബ്രേക്കൽ പ്ലസസിന്റെ പാരാലിസിസ് കൊണ്ടാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. ലോവർ ട്രങ്കിലാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പേരാണ്, വേറെയാണ് അതിന്റെ പാരാലിസിസ് പറയുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഏതാ ലോവർ ട്രങ്കിന് വന്നു കഴിഞ്ഞാൽ ക്ലംകിൻസ് പാരാലിസിസ് പറയും. മീഡിയൽ നെർവ് ആണ് അവിടെ, അല്ല മീഡിയൽ അല്ല സോറി, അതെ മെയിൻലി T1 ആൻഡ് പാർട്ട്ലി C8 ആണ് വരുന്നത്. ക്ലോ ഹാൻഡ് ഉണ്ടാകും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ. ക്ലോ ഹാൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മീഡിയൽ നെർവിന്റെയും അൾനാർ നെർവിന്റെയും പാരാലിസിസ് കൊണ്ടാണ് അത് വരുന്നത്. ഇനി ഞാൻ വിട്ടുപോയത് നോക്കട്ടെ. ഇതിന്റെ പറഞ്ഞു, ഡെൽറ്റോയിഡ് പാരാലിസിസിന്റെ പറഞ്ഞു, ആക്സിലറി നെർവിന്റെ ഞാൻ പറഞ്ഞു, റെജിമെന്റൽ ബാഡ്ജ് ലൈക്കിന്റെ ഞാൻ പറഞ്ഞു. ദെൻ നോക്കട്ടെ, പിന്നെ ക്യൂട്ടേനിയസ് നെർവ്. ഇനി ആർക്കെങ്കിലും ഒരു നമുക്ക് പ്രാക്ടീസിൽ കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്നോടും കൂടി പറയണേ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ എവിടെയാണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും തന്നെ ലാബിൽ പോയി ബ്ലഡ് കളക്ട് ചെയ്യുന്നതാണ്. മീഡിയൽ ക്യൂബിറ്റൽ വെയിനിലാണ് ഇത് എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സൂപ്പർഫിഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇൻട്രാവീനസ് ഇഞ്ചക്ഷന് ബ്ലഡ് ഡ്രോ ചെയ്യാനും ഇത് നമ്മുടെ ഡോണേഴ്സിന്റെ അത് തന്നെ അങ്ങനെയുള്ള ഡോണേഴ്സ് ഉണ്ടല്ലോ, ഡോണേഴ്സിന്റെ ബ്ലഡ് അങ്ങനെ ആകുമ്പോൾ അവരുടെ ബ്ലഡ് എടുക്കാനും മീഡിയൽ ക്യൂബിറ്റൽ വെയിൻ ആണ് എടുക്കുന്നത്. അത് സൂപ്പർഫിഷ്യൽ ആണ്. തന്നെയുമല്ല നമ്മൾ PAC ചെയ്യുമ്പോൾ മീൻസ് നീഡിൽ എടുക്കുമ്പോൾ അത് സ്ലിപ്പ് ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, മീഡിയൽ ക്യൂബിറ്റൽ വെയിനിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ നമുക്ക് ലിംഫാൻജൈറ്റിസ് എന്താണെന്നറിയാം, ലിംഫിഡിമ എന്താണെന്നറിയാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലിംഫാൻജൈറ്റിസും ലിംഫിഡിമയും പിന്നെ ഇതുമുണ്ട്, എന്താ പറയുന്നത്, ലിംഫാഡിനൈറ്റിസും ഉണ്ട്. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ. അതുപോലെ അന്ന് ക്ലാസ് പറഞ്ഞപ്പോൾ ലോവർ ലിംബിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. നമ്മൾ വീനസ് സിസ്റ്റം പറഞ്ഞപ്പം വീനസ് സിസ്റ്റത്തിൽ സോളിയസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. കാഫ് മസിലിൽ സോളിയസും ഗ്യാസ്ട്രോണിയമസ് മസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഗ്രേറ്റ് സാഫിനസ് വെയിന് ഞാൻ അന്ന് അത് പറഞ്ഞിരുന്നു, പക്ഷെ ഇത് പറയണമെന്ന് മനസ്സിൽ ഓർത്തെങ്കിലും വിട്ടുപോയി. അപ്പൊ അത് തിരിഞ്ഞു വന്ന് വീണ്ടും മേളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീനസ് റിട്ടേൺ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു വാൽവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ വാൽവിന്റെ ആ പ്രവർത്തനം അല്ലെന്നുണ്ടെങ്കിൽ ആ പമ്പിനെ സഹായിക്കുന്ന
അതിന്റെ ഒരു വീനസ് സൈനസ് റിതം അല്ലെന്നുണ്ടെങ്കിൽ വീനസ് സൈനസിനെ അതിന്റെ ബ്ലഡ് സർക്കുലേഷന് അല്ലെങ്കിൽ അതിനെ ആ പമ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മസിലാണ് സോളിയസ് മസിൽ. അപ്പൊ ആ സോളിയസ് മസിലിനെ നമ്മൾ പെരിഫറൽ ഹാർട്ട് എന്നും പറയും. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയണമെന്ന് ഓർത്തെങ്കിലും വിട്ടുപോയി. പിന്നെ ഞാൻ നോക്കട്ടെ. പിന്നെ ക്യൂബിറ്റൽ ഫോസ നമുക്കറിയാം, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ക്യൂബിറ്റൽ ഫോസയിലെ. അത് വേറൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം സ്ലൈഡിൽ ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം കാണിച്ചെങ്കിലും ഞാനത് പറയാൻ അങ്ങ് വിട്ടുപോയായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ മീഡിയൽ നെർവിന്റെ പരാലിസിസ് ഉണ്ടാകുന്ന, മീഡിയൽ നെർവിന്റെ പരാലിസിസ് ഉണ്ടാകുന്നത് കൊണ്ട് ക്ലോ ഹാൻഡ് ഉണ്ടാകും. അതാണ് ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോം. അത്രയും അത് നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഈ മീഡിയൽ നെർവ് എന്ന് പറയുന്ന സംഭവം അവിടെ മാത്രമല്ലല്ലോ, കാർപ്പൽ ടണലിലും ഒക്കെ വരുന്നതും ഒക്കെ കൊണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ക്യൂബിറ്റൽ ടണൽ സിൻഡ്രോമിന്റെ കാര്യം. ദെൻ അത് പറഞ്ഞു. റിസ്റ്റ് ഡ്രോപ്പ് ഞാൻ പറഞ്ഞു. പിന്നെ ഫ്ലെക്സാർ റെറ്റിനാക്കുലത്തിന്റെ അത് രണ്ടും കൂടി ഒന്ന് പറഞ്ഞിട്ട് മെഡിസിൻസും കൂടി ഒന്ന് പറയാം. ഫ്ലെക്സാർ റെറ്റിനാക്കുലം നമുക്കറിയാം, കാർപ്പസ് എന്ന് പറയുന്നത് കാർപ്പൽ നമ്മുടെ ബോൺ എന്ന് പറയുന്നത് 8 എണ്ണം ഉണ്ട്. അതിന്റെ ആ ഒരു കോൺകേവിറ്റിയെ കവർ ചെയ്യുന്ന ഒരു ഫൈബ്രസ് ബാൻഡാണ് ഫ്ലെക്സാർ റെറ്റിനാക്കുലം. യെസ്. അപ്പൊ അതിനകത്ത് ടണലിലൂടെ നമ്മുടെ സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യും. അതിലൊരു പ്രധാനപ്പെട്ട ഇതാണ് മീഡിയൻ നെർവ്. പിന്നെ ഫ്ലെക്സാർ ടെൻഡൻസും ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും കംപ്രഷൻ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ലൂണേറ്റ് ബോൺ അല്ലെങ്കിൽ വീണ് കഴിയുമ്പോൾ ഫ്രാക്ചറോ അതല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ എന്താ സംഭവം കാർപ്പൽ ടണൽ സിൻഡ്രോം വരുന്നത്. അത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയെന്നല്ലാതെ അന്ന് ഞാൻ അതിന്റെ ഒരു സിംറ്റംസ് നല്ലതുപോലെ പറഞ്ഞില്ലായിരുന്നു. അത് വരുമ്പം നമുക്ക് ഒരു മിനിറ്റ്. പ്രധാനമായിട്ടും മീഡിയൽ നെർവിന് വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? മീഡിയൽ നെർവ് ഏതിനാ നമ്മളുടെ തീനാർ മസിൽസിനാണ് സപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. തീനാർ മസിൽസ് എനിക്ക് റീസെന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നപ്പോൾ അവർക്ക് ചുമയായിട്ടാണ് വന്നത്. അപ്പൊ നോക്കുമ്പോൾ കൈ അങ്ങ് തീരെ അങ്ങ് ശോഷിച്ച്, അവര് നേഴ്സും കൂടിയാണ്, തീരെ അങ്ങ് ശോഷിച്ച് വേസ്റ്റിങ്ങും ഉണ്ട്, ഡ്രൈ ആണ്. അപ്പൊ അത് ഞാൻ പറയുന്നതിന് അപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞ വേസ്റ്റിംഗ് ഉണ്ടല്ലോ തീനാറമിനിസിൽ എന്നുള്ളത് പറഞ്ഞ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാലും ഞാൻ പറയാം, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ എന്റെ കാര്യം തന്നെ പറയുകയാണ്. അപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള പറയുമ്പോൾ ഈ കൈയെല്ലാം ശോഷിച്ച് പിന്നെ ഡ്രൈ ആയിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ വാമറായിരിക്കും. തന്നെയുമല്ല രാത്രിയിലാണ് അവർക്ക് പെയിൻ ഉണ്ടാവുന്നത്. ടിംഗ്ലിംഗ് പെയിൻ ആയിരിക്കും, രാത്രിയിലായിരിക്കും. അത് കൂടാതെ നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇപ്പം കാർപ്പൽ ടണൽ മാത്രമല്ല, ലോങ് ലാസ്റ്റിംഗ് പരാലിസിസ്, ഇപ്പൊ ക്ലോ ഹാൻഡോ അങ്ങനെ എന്തെങ്കിലും കേസുകളോ അങ്ങനെ റിസ്റ്റ് ഡ്രോപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈവൻ നെയിൽസ് വരെ ക്രാക്ഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെയിൽസിന്റെ ആ പരാലിസിസ് കൊണ്ട് നമ്മുടെ പൾപ്പ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, അതുവരെ അങ്ങ് ഡ്രൈ അപ്പ് ആയതുകൊണ്ടാണ് ഇത് ക്രാക്സ് വരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതിന് പ്രധാനമായിട്ടും നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ടത് മെഡോർണമാണ്. അപ്പൊ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്താലല്ലേ നമുക്ക് ആ മെഡിസിൻ കൊടുക്കാൻ പറ്റൂ. അതെ, അതിന്റെ സ്ട്രക്ചേഴ്സ് ഞാനൊന്ന് പറയാം. മീഡിയൻ നെർവ് ഞാൻ പറഞ്ഞല്ലോ, മീഡിയൻ നെർവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നെർവാണ്. അപ്പൊ അതുപോലെ തന്നെ ഫ്ലെക്സാർ ടെൻഡൻസ് ഉണ്ട്, അൾനാർ ബുൾസി ഉണ്ട്, റേഡിയൽ ബുൾസി ഉണ്ട്. ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് ഉള്ള മെഡിസിൻ ആണ് മെഡോർണമാണ് പ്രധാനമായിട്ടും. നേട്രമൂർ, നെക്സോമിക്ക, പൾസാറ്റില, അത് കൂടാതെ ആർണിക്ക, ബെല്ലിസ്പെർനിസ്, ബ്രക്കാലിസ്, കാൽക്കേരിയ ഫ്ലോർ, കാൽക്കേരിയ ഫോസ്, കോസ്റ്റിക്കം, ഗൊയാക്കം, ഐപ്പെരിക്കം, ലാക്കസിസ്, ലൈക്കോപോഡിയം, റൂട്ട, റെസ്റ്റോക്സ്, സിംഗം. അതിൽ തന്നെ റൈറ്റിൽ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, വയോള ഓഡറേറ്റ്, ലെഫ്റ്റിൽ ഗൊയാക്കോ. നമുക്ക് ഒരുപാട് കേസ് വരുന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ വിശദമായിട്ട് ഒന്നുകൂടെ നോക്കാവോ എന്ന് ചോദിക്കട്ടെ. അതുപോലെ തന്നെ ഡ്യൂപിട്രൻസ് കൺട്രാക്ചർ നമ്മൾ പറഞ്ഞ് ഫ്ലെക്സാർ റെറ്റിനാക്കുലം ഉണ്ട്, കൈയുടെ ഇവിടെ ഉള്ള ഒരു ഷെത്ത് പോലെയാണ്. അപ്പൊ അതിന്റെ അണ്ടർലൈയിങ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ടെർമിനൽ ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവും ഉണ്ട്, സൂപ്പർഫിഷ്യൽ ബ്രാഞ്ച് ഓഫ്
മീഡിയൻ നെർവും വരുന്നുണ്ട്. അപ്പൊ അത് കൂടാതെ ഫ്ലെക്സാർ ടെൻഡൻ നമുക്ക് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാം ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഫ്ലെക്സാർ റെറ്റിനാക്കുലം പോലെ കാലിലുമുണ്ട്. കാലിൽ വരുന്നതും അത് അവിടെയും പ്ലാന്റാർ ഫേഷ്യേറ്റി ആണ് കാലിൽ വരുന്ന കേസ് എന്ന് പറയും. ഇവിടെ ഫ്ലെക്സാർ റെറ്റിനാക്കുലത്തിന്റെ ഈ അൾനാർ പോർഷനിലാണ് ഒരു ഫൈബ്രോസിസ് അല്ലെങ്കിൽ ഒരു തിക്നെസ് ഉണ്ടാകുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ് ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചർ ഉണ്ടാകുന്നത്. ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചറിന് അന്നേ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ജെൽസീമിയും കോസ്റ്റിക്കവും കൂടി ആയിരുന്നു. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ നോക്കി ഇപ്പൊ പറയാം. അപ്പൊ അത് ഫ്ലെക്സാർ റെറ്റിനാക്കുലത്തിന്റെ ആണ്. ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചർ നമ്മൾ പറഞ്ഞു അൾനാർ ഇതായതുകൊണ്ട് ഈ നമ്മുടെ റിംഗ് ഫിംഗറും ലിറ്റിൽ ഫിംഗറുമാണ് കോമൺലി അഫക്റ്റഡ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഈ പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. കണ്ണും അടച്ച് നമുക്ക് കൊടുക്കാം. ജെൽസീമിയം കോസ്റ്റിക്കം കൂടിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അങ്ങനെ കൊടുത്തു. എന്താ അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞല്ലോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഡിസ്പെൻസറിയിൽ കിട്ടത്തില്ല. എന്നാലും അത് കാര്യം മനസ്സിലാക്കി കൊടുക്കുകയും പിന്നെ ഞാൻ പല ക്ലാസ്സിലും പറയുന്ന പോലെ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മെഡിസിൻ കൊടുത്താലും ഒരു മെഡിസിൻ കൊടുത്താലും പേഷ്യന്റ് നമ്മളെ വിട്ട് പോവുകയും ചെയ്യരുത്. ഒരു കൈ അലോപ്പതി മെഡിസിൻ കഴിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മളുടെ 1-2 മെഡിസിൻ കൊടുക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഒത്തിരി ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ചാൽ കുറെ കൂടി എനിക്ക് കീനായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ റൂട്ട് കോസും ഒക്കെ കണ്ടുപിടിക്കാനും പറ്റുന്നുണ്ട്. ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചറിന് ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റിക്കം, ജെൽസീമിയ, ഗൊയാക്കം, പ്ലംബം ഇത്രയും മെഡിസിൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കാവുന്നത്. കോസ്റ്റിക്കം, ജെൽസീമിയം, ഗൊയാക്കം, പ്ലംബം, ദെൻ റൂട്ട, കാൽക്കേരിയ ഫ്ലോർ, ബരേറ്റ കാർബ്, അങ്ങനെ കുറെ മെഡിസിൻ, നേട്രം ഫോസ്, അങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതും എല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും ഒന്നുകൂടെ അന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു സങ്കടമായിരുന്നു എനിക്ക് കംപ്ലീറ്റ് നല്ലപോലെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരിത്. പൾനാർ നെർവിന്റെ ഞാൻ പറഞ്ഞു അത് ഫൈനാണ്, മ്യൂസീഷ്യൻസ് നെർവാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അൾനാർ നെർവിന്റെ ആണ് നമ്മുടെ ക്ലോ ഹാൻഡ് വരും. ക്ലോ ഹാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൈ ചുരുട്ടി പിടിക്കാൻ, അതായത് മുഷ്ടി ചുരുട്ടാൻ പറ്റത്തില്ല. മീഡിയൻ നെർവിനൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയി. പൾനാർ നെർവിന്റെ നമുക്കാണല്ലോ ഈ വിരല്, അതായത് അത് തന്നെ പിയാനോ പ്ലേയേഴ്സിന്റെ. അപ്പൊ ആ രീതിയിൽ മെഡിസിൻ പ്ലംബം മെറ്റ്, സിംഗം മെറ്റും പ്ലംബം മെറ്റും ഒക്കെ നല്ല മെഡിസിൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഈ പിന്നെ നമ്മുടെ റിംഗ് ഫിംഗറിന്റെ ഈ സൈഡും ലിറ്റിൽ ഫിംഗറുമാണ് കൂടുതലായിട്ടും അൾനാർ നെർവിന്റെ അഫക്റ്റഡ് ആകുന്നത്. അപ്പം പുറകിൽ വരുമ്പോ ഈ മിഡിൽ ഫിംഗറിന്റെയും കൂടെ വരും ഈ രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു പരാലിസിസോ നംബിനെസ്സോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് അത് നമ്മളുടെ അൾനാർ നെർവിന്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പരാലിസിസോ ഐദർ കാർപ്പൽ ടണൽ ഓർ ഇത് നമ്മുടെ ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചറിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം കൊണ്ടോ ഒക്കെ ആണെന്ന്. ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചർ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും കൂടി ക്ലിയർ ആക്കി തരാം. ഇത് നമുക്കറിയാം മെറ്റാകാർപ്പൽസ് ആണ്. ഇത് ഇന്റർകാർപ്പൽസ് വരുമ്പോ ഈ രണ്ട്, അതായത് പ്രോക്സിമലും മിഡിലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും, ഡിസ്റ്റല് ഫ്ലെക്സ് ചെയ്തിരിക്കും. അപ്പൊ ഈ പേഷ്യന്റ് നമ്മുടെ ഞാൻ പറഞ്ഞു തന്നത് ആവർത്തന ഇത് ബുദ്ധിമുട്ട് തോന്നല്ലേ, ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ തനിയെ എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല. അതാണ് ഡ്യൂപ്പിട്രൻസ് കൺട്രാക്ചർ. അത് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ നോക്കട്ടെ, ഇനി ഒരു പ്രധാനപ്പെട്ട, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാഞ്ഞ ഒരു കാര്യമാണ്. മീഡിയൽ നെർവിന്റെ പറഞ്ഞു, ലേബേഴ്സിന്റെ നെർവാണ്, ഐ ഓഫ് ദി ഹാൻഡ് ആണ്. അതിന് വന്നാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം തന്നെ മീഡിയൽ നെർവിന്റെ ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചാൽ പേഷ്യന്റിന് അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, വിട്ടുപോയതാണ്. ബുക്ക് പൊതിയാൻ പറ്റത്തില്ല, പേപ്പർ ഹോൾഡിംഗ് ടെസ്റ്റ്. അന്നേരം പേപ്പർ പിടിക്കാനും പറ്റത്തില്ല, ബുക്ക് ഹോൾഡിംഗ് ടെസ്റ്റ്. അത് രണ്ടും ഒരു കോമൺ ആയിട്ട് നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. അതിനെക്കാട്ടി കൂടുതലുണ്ടെങ്കിലും നമ്മൾ ഇത് രണ്ടും, ഏത് കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ ഇത് കൂടാതെയാണ് രാത്രികാലങ്ങളിൽ വേദന വരുന്നു, ടിംഗ്ലിങ് വരുന്നു എന്നുള്ളത്. അത് കൂടാതെ നമുക്ക് പറയാം വേസ്റ്റിംഗ് ഉണ്ടാകുന്ന കാര്യം പറയാം, പിന്നെ സ്കിന്ന് വാമർ ആണെന്ന് പറയാം, ഡ്രൈ ആണ്, പിന്നെ ഈവൻ ഈ നമ്മുടെ ഫിംഗർ നെയിൽസ് വരെ
ഡ്രൈ ആയി അല്ലെ ക്രാക്ഡ് ആയി പോകാം. ഇതെല്ലാം ഡ്യൂ ടു ഈ ആർട്ടീരിയൽ സപ്ലൈ കുറയുന്നത് കൊണ്ടും സിമ്പതറ്റിക് നെർവിന്റെ സപ്ലൈയുടെ പ്രശ്നം കൊണ്ടും എല്ലാം കൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിന്റെ കൂടെയാണ് ഡോക്ടറെ, നമ്മുടെ സമയം നമ്മളൊന്നും അറിഞ്ഞില്ല. സമയം ആയതുപോലും നമ്മൾ അറിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് ട്രിഗർ ഫിംഗർ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് ട്രിഗർ ഫിംഗർ. ട്രിഗർ ഫിംഗർ ആണ് ഡ്യൂപിട്രൻസ് കൺട്രാക്ചർ. ഡ്യൂപിട്രൻസ് കൺട്രാക്ചറിനാണ് ട്രിഗർ ഫിംഗർ എന്ന് വെച്ചാൽ ശരിയല്ലേ, ഇങ്ങനെ നോക്കി ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന പോലെ അതിന് തന്നെയാണ്, അത് സെയിം ആണ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ മെഡിസിൻസ് ആണ് കോസ്റ്റിക്കം, ജെൽസീമിയം, ഗൊയാക്കം, പ്ലംബ മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണ്ണുടച്ച് കൊടുത്തോ കോസ്റ്റിക്കം, ജെൽസീമിയം ഒക്കെ. പിന്നെ കുറെ കൂടി ഷാർപ്പായിട്ട് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അത് ഇത് ഈ പൊട്ടൻസി സാധാരണ കൊടുക്കുന്നത് മറിയാൻ കാര്യമില്ലല്ലോ, ഡിസ്പെൻസറിയിൽ ഏതൊക്കെ പൊട്ടൻസി അവൈലബിൾ പൊട്ടൻസി ഒക്കെയാണ് ഞാൻ കൊടുത്തത് മാഡം അന്ന്. ഇപ്പൊ പക്ഷെ ഞാൻ 200 1 ഒക്കെ കൊടുക്കും. അന്ന് ഡിസ്പെൻസറി ഏത് പൊട്ടൻസി ആണോ അവിടെ ഇരിക്കുന്ന ആ പൊട്ടൻസി കൊടുക്കും. അത് പിന്നെ നമുക്ക് ഏത് മരുന്നാണോ അതും കൊടുക്കും. അതെ അതെ, അല്ലല്ല ഇതൊക്കെ കോമൺ ആയിട്ട് ഇപ്പൊ ഫണ്ട് ഉണ്ടല്ലോ മാഡം, അതുകൊണ്ട് ഒത്തിരി മെഡിസിൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇത് വണ്ണമൊക്കെ ഇപ്പം മരടിലൊക്കെ ഇഷ്ടംപോലെ മെഡിസിൻസ് ആയിരുന്നു. ലാസ്റ്റ് 1M 10M CM ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഓഫ് കോഴ്സ് അവസാനം 1M വരെയൊക്കെ വരുന്നുണ്ട്. കാരണം പേഷ്യന്റ് ഇപ്പൊ ഇന്ന് തന്നെ ഒരു പെയിന്റേഴ്സ് കോളിക്ക്, ഒരു പെയിന്ററാണ്, പെയിന്റേഴ്സ് കോളിക്ക് വന്നു. അപ്പൊ കുറെ മെഡിസിൻ പെയിന്റേഴ്സ് കോളിക്കാണ് ആ മനുഷ്യൻ ലാസ്റ്റ് പേഷ്യന്റ് അതായിരുന്നു. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞ കൊളസ്ട്രിനം 60 ഒക്കെ കൊടുത്തു, എല്ലാം കൊടുത്ത് നല്ല റിസൾട്ട് വന്നപ്പോ ഒരു 4-5-6 കൺസൾട്ടേഷനായി. ഇന്ന് ആ പേഷ്യന്റ് പറഞ്ഞു പൂർണ്ണമായിട്ടും മാറുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് പിടികിട്ടി മെഡിസിൻ മാറണ്ട, അല്ലെങ്കിൽ പൊട്ടൻസി കൂട്ടേണ്ട സമയമായി. പേഷ്യന്റ് തന്നെ നമ്മളോട് പറയുക നല്ല കുറവുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ലൈക്ക് പേഷ്യന്റ് നമ്മളോട് പറയും വ്യത്യാസം കുറഞ്ഞു ഡോക്ടറെ, പക്ഷെ വ്യത്യാസം കാണുന്നില്ലല്ലോ എന്ന് പറയും. ആ മെഡിസിൻ ആണെങ്കിൽ ഞാൻ അതിന്റെ ഹയർ പൊട്ടൻസിയിലോട്ട് പോകും. പെട്ടെന്ന് ഞാൻ മെഡിസിൻ ചേഞ്ച് ചെയ്യാറില്ല. 30 അല്ല, ഇതിനൊക്കെ ഞാൻ 200-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 1M, പിന്നെ നല്ല ഇതുണ്ടെങ്കിൽ പിന്നെ റെക്കറന്റ് ആയിട്ട് വരികയാണെന്നെങ്കിൽ 10M-ലോട്ടൊക്കെ പോകാറുണ്ട്. 1M ഞാൻ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കാറുണ്ട്. മീൻസ് റിപ്പീറ്റഡ് എന്ന് വെച്ചാൽ അറിയാലോ, ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ല, മെഡിക്കേറ്റ് ചെയ്തല്ലേ മാഡം നമ്മൾ കൊടുക്കാറ്. അപ്പൊ ഈ ഫിംഗർ തന്നെയാണ് ഡ്യൂപിട്രൻസ് കൺട്രാക്ചർ. ഡോക്ടർ, നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരും ശരി, ഞാനും അങ്ങനെ ലയിച്ചങ്ങ് ഇരുന്ന് പോയി. ഡോക്ടറുടെ ക്ലാസ് അത്രയ്ക്ക് നല്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടിയ ഒരു ക്ലാസ്സാണ്. ഇത് ഡോക്ടർ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴ് ഇത് ബാക്കി ഇനി കുറച്ചുകൂടെ ഉണ്ടില്ലേ, എല്ലാം ഉണ്ടല്ലോ ഇനിയും. അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കരുത്. കാരണം നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പറയരുത്. അറിയാത്ത രീതിയിൽ തന്നെ വിശദമായി പറയുന്ന കുറച്ചും കൂടെ നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെ മെഡിസിൻ ഭാഗം വരുമ്പം ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയ്ക്കണം. ഒറ്റയ്ക്ക് പറഞ്ഞു പോകുമ്പം എല്ലാം ഒന്നും കിട്ടില്ല. ആ മെഡിസിൻ ഭാഗം പറയുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ഒന്നൊന്ന് സ്ലോ ആകണം. ഏതായാലും വളരെയധികം പ്രയോജനമുള്ള ക്ലാസ്സാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഇപ്പൊ നമുക്ക് ശരിക്കും 10 മണിയായി. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അത് ചോദിക്കണം. ഹാൻഡ് റൈസ് ചെയ്യുക. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീന ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തെന്ന് ഡോക്ടറോട് ചോദിക്കാം. ബീന ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ബീന ഡോക്ടറെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാവോ? എനിക്ക് ഫോണിൽ നിന്നായതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ബീന ഡോക്ടർ ചാറ്റിൽ ചോദിച്ചാലും മതിയല്ലോ മറിയം മാഡം. അത് അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയല്ലോ. ധനേഷ് ഡോക്ടർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഡോക്ടർ ഒന്ന് ചാറ്റ് ബോക്സിൽ ചോദിക്കാവോ? അതെ, ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ലോർഡോസിസ് മെഡിസിൻ, ലോർഡോസിസിന്റെ മെഡിസിൻ നോക്കിയാലേ അറിയത്തുള്ളല്ലോ നമ്മളത്. നോക്കട്ടെ, കർവേച്ചർ സ്പൈൻ അല്ലേ കേട്ടോ വരുന്നേ. നോക്കട്ടെ, ഒരു മിനിറ്റ്. സ്പൈനിന്റെ കണ്ടില്ല ബീന ഡോക്ടറെ, ഞാന് ബോൺ എന്നുള്ളതേ കണ്ടുള്ളൂ. അത് കറക്റ്റ്, നല്ല ചോദ്യമാണത്. ബാക്കാണ് വരുന്നത്. അത് ബാക്കിലാണ് വരുന്നത്. നോക്കട്ടെ, ഞാൻ ബാക്കിലാണ് നോക്കട്ടെ ബീന ഡോക്ടറെ, ഒരു മിനിറ്റ്. എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല, എന്നാൽ ഞാനിപ്പോ നോക്കി പറയാം. കർവേച്ചർ ഓഫ് സ്പൈൻ ആണ്. ദെൻ അതിനും അസഫെറ്റഡ, കാൽക്കേറിയ ഫ്ലോർ, കാൽക്കേറിയ സൾഫ്, മെർക്കോർ, ഫോസ്ഫോറിക് ആസിഡ്, സിലീഷ്യ, സൾഫർ, ഇൻവേർട്സ് സെൻസേഷൻ, അങ്ങനെ അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഡോൾസൽ റീജിയൻ ആണെങ്കിൽ കാൽക്കേറിയ സൾഫ്, കോണിയം, ലൈക്കോപോഡിയം, പൾസ്, റെസ്റ്റോക്സ്, സിലീഷ്യ, സൾഫർ, റെസിഫിലിന. ലെംബാർ റീജിയൻ ആണ് കാൽക്കേരിയ സൾഫും ഗ്രാഫൈറ്റിസും. പിന്നെ വെർട്ടിബ്രയുടെ മാത്രമാണെങ്കിൽ കാൽക്കേരിയ, പൾസ്, റെസ്റ്റോക്സ്, സിലീഷ്യ, സൾഫർ, അങ്ങനെയാണ് വന്നത്. സെർവൈക്കൽ റീജിയൻ ആണെങ്കിൽ കാൽക്കേരിയം, സിഫിലിന. ഇങ്ങനെയാണ് മെഡിസിൻ പറഞ്ഞത്. എനിക്ക് അത്രയും അങ്ങോട്ട് അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. ഇനിയിപ്പം നമ്മളുടെ സമയക്കുറവ് മൂലം അതുപോലെ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിക്ക് ഒരു മിനിറ്റ്. ഞാനും ധനുഷ് ഡോക്ടറെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ സമയം കഴിഞ്ഞല്ലോ. നമുക്ക് ഡോക്ടർ നന്ദി പറയാമോ ഇപ്പൊ ഡോക്ടറെ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഏതായിരുന്നാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഏതായിരുന്നാലും പുതിയ നമ്മളെ പഴയ അനാട്ടമിയൊക്കെ നമ്മൾ പിന്നെയും കേട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാനും അതിൻ്റെ ഓരോ ബോണ്ടിൻ്റെയും ഓരോ എക്സഷൻ്റെ ഒറിജിനും എല്ലാം ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇതെല്ലാം വളരെ നന്നായിരുന്നു. ഏതായിരുന്നാലും ഇത്തരം രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് പലപ്പോഴും വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു ഡോക്ടർ. ഒരു മിനിറ്റ് ഡോക്ടറെ, രാജേശ്വരി ഡോക്ടർക്ക് ഒരു നന്ദി ഞാനും അറിയിക്കുന്നു. അതുപോലെ ഇനി വീണ്ടും വരണം. ഇത് ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഡോക്ടറെ കൊണ്ട് ഞങ്ങൾക്ക് ബാക്കി കൂടെ എത്രയും വിശദമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഇതിൽ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ഡോക്ടറെ സഹായിക്കുന്ന ദേവൻ ഡോക്ടറിന് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ സൂം സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി.